യേശുവിൻ്റെ ത്രിയേക ദൈവനാമത്തിൽ വിശേഷിച്ച് വന്ദനം ചെയ്യുന്നു. ഇന്ന് മുതൽ 31-ാം തീയതി വരെ തുടർമാനമായിട്ട് നമ്മൾ ഈ പ്രാർത്ഥനയിൽ തുടർമാനമായിട്ട് പ്രാർത്ഥനയിൽ ഇരിക്കുകയാണ്. അപ്പം ഇത് കേവലം 1 മണി വരെ ഇവിടെ പ്രാർത്ഥന ഇങ്ങനെ പൊതുവിൽ നടക്കുന്നുള്ളെങ്കിൽ ഈ ഒരു മാസം മുഴുവൻ വാസ്തവത്തിൽ ഒരു വലിയ പ്രാർത്ഥനയുടെ മാസമായിട്ട് നമ്മൾ വേർതിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാവരെയും വിശേഷിച്ച് സ്വാഗതം ചെയ്യുന്നു. ഒരു ദീർഘനാളത്തെ വാസ്തവാഭിലാഷത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ മീറ്റിങ്. ഈ വളരെ അടുത്ത നാളുകളിലാണ് കത്തോലിക്ക ദൈവവിശ്വാസത്തെ സ്വീകരിക്കാനുള്ള ഒരു ധൈര്യം വ്യക്തിപരമായി എന്നിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഒരു നീണ്ട വർഷങ്ങളിലെ ഒരു പഠനത്തിലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഒരുപാട് പേരുടെ പ്രചോദനങ്ങൾ അതിനുണ്ടായിട്ടുണ്ടെങ്കിലും അതിലേറ്റവും നിർണായകമായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയ ഡാനിയൽ അച്ഛനും അവരുടെ ശുശ്രൂഷയും. അപ്പോൾ മുതൽ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും ഇവിടെ ഉള്ളവരോട് സംസാരിക്കാൻ വേണ്ടി ഡാനിയൽ അച്ഛന് ഇവിടെ വരണമെന്നുള്ളത്. ഇന്ന് ആ ഒരു വലിയ ആഗ്രഹത്തിനാണ് കർത്താവ് വലിയൊരു പൂർത്തീകരണം തരുത്തുന്നത്. നമുക്ക് കരങ്ങളെ തട്ടി ഈശോയ്ക്കൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇവിടെ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഫാദർ ജോസഫ് വട്ടക്കളം അച്ഛനെ ചങ്ങനാശ്ശേരിയിൽ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവും തോന്നുന്നില്ല. ദീർഘവർഷങ്ങൾ SB കോളേജിലെ പ്രിൻസിപ്പലായിട്ടും ദീർഘവർഷങ്ങൾ വട്ടക്കള അച്ഛൻ, ജോസഫ് അച്ഛൻ, ഞാൻ ഈ ഒരു പുതിയ സ്റ്റെപ്പ് വെക്കുന്ന അറിഞ്ഞ് എൻ്റെ വീട് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അവിടെ എന്നെ അന്വേഷിച്ചു വന്ന് ഇന്നലെ എന്നെ ഇത്തിത്താനത്തുള്ള പ്രീസ്റ്റ് ഹൗസിലേക്ക് വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നു. വലിയ സന്തോഷമായ അവസരങ്ങൾ. ഇന്ന് മൗണ്ട് കർമ്മേൽ ശുശ്രൂഷയിൽ നിന്ന് ആദർശ് അച്ഛനും നമ്മോട് ഒരുമിച്ചുണ്ട്. സാധാരണ നമ്മൾ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ ഇന്നൊരു ഇൻട്രാക്ഷൻ സെഷൻ പോലെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് പ്രയോജനമാകുമെന്ന്, പ്രത്യേകിച്ച് ലൈവിലും ഒക്കെ പങ്കെടുക്കുന്നവർക്ക് പ്രയോജനമാകും എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പം ഒരു പ്രസംഗം കേൾക്കുന്നു എന്ന ചിന്തയിലുപരി കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിന് ഇരുന്നാൽ അത് വലിയ പ്രയോജനമായി മാറും. എല്ലാവർക്കും വേണ്ടി അച്ഛന്മാർ പ്രാർത്ഥിക്കും. എന്നാൽ കൂടെ ഇനി നടക്കാൻ പോകുന്ന അതാണ്. അപ്പോൾ അതിനുള്ള ഒരു മാനസിക ഒരുക്കത്തോടെ നമുക്ക് ഈ തുടർ ചർച്ചകളിലേക്കും വചന കേൾവിയിലേക്കും നമുക്ക് തിരിയാം. ഒരുപാട് ആദരവോടെ നമ്മുടെ പ്രിയ ഡാനിയൽ അച്ഛനെ അച്ഛാ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും പ്രാർത്ഥനകളും ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് വരുന്നത് കർത്താവിൻ്റെ പദ്ധതിയാണ്, കർത്താവിൻ്റെ സ്നേഹമാണ്. ഈ പ്രഭാതത്തിൽ ഇപ്രകാരം ഇവിടെ വരാൻ ദൈവം തന്ന അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി, സ്തുതി, ആരാധനയും സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ഈ പ്രഭാതത്തിലേക്ക് ഞാനും സ്വാഗതം ചെയ്യുന്നു. നമുക്കിതൊരു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു തുറന്ന സംസാരമാണ്. നമുക്കധികം സമയമില്ല എങ്കിലും കുറച്ച് സമയമുള്ള സമയം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്താം എന്നാണ് വിചാരിക്കുന്നത്. നമ്മളിത് ആരോടുമുള്ള ഒരു മത്സരമല്ല, ഇത് വാക്പോരാട്ടങ്ങളല്ല, മറിച്ച് സ്നേഹത്തോടു കൂടി നമ്മൾ കർത്താവിൻ്റെ സഭയുടെ അതീവ നിഗൂഢമായ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്രദർ സജിത്തിനെയും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. നമുക്ക് ആരംഭിക്കാം. ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ച് സമൂഹത്തിൽ ഇങ്ങനെ വരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം ഈ ക്രൈസ്തവ സന്യാസത്തെ പറ്റി ഉള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ സന്യാസത്തിൽ പർട്ടിക്കുലറായിട്ട് ആ ചോദ്യം സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ, ഇപ്പം പൗലോസ് ലീഹ സ്ത്രീയെ തൊടാതിരിക്കുന്ന പുരുഷന് നല്ലത് എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചൊരു ബ്രഹ്മചര്യത്തിൻ്റെ വക്താവായി കാണുന്നെങ്കിൽ, പത്രോസ് ലീഹയെ നമ്മൾ കാണുന്നത് പത്രോസ് ലീഹയ്ക്ക് അമ്മായിമ്മ ഉണ്ടായിരുന്നുവെന്നും, അമ്മായിമ്മ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭാര്യ ഉണ്ടാകുമെന്നും, അപ്പം വിവാഹം കഴിച്ചിരുന്നു എന്ന ഒരു അനുമാനത്തിലേക്കാണ്.
അപ്പോൾ എത്രത്തോളം ഈ ക്രൈസ്തവ സന്യാസത്തിൽ ബ്രഹ്മചര്യം, വിവാഹം കൂടാതെയുള്ള ജീവിതം, അത് എത്രത്തോളം സ്ക്രിപ്ചറലാണ് അല്ലെങ്കിൽ ബൈബിൾ ബേസ്ഡ് ആണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും സഭ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, കുടുംബജീവിതത്തിനും വിവാഹ ജീവിതത്തിനും എതിരല്ല. അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതത്തെയോ സന്യാസ ജീവിതത്തെയോ കുടുംബജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു വിളിയായിട്ട് സഭ കാണുന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ചോദ്യമുണ്ട്. അതായത്, എന്തുകൊണ്ടാണ് പുരോഹിതർ ബ്രഹ്മചാരികളാവണം, അല്ലെങ്കിൽ സിസ്റ്റേഴ്സായിട്ട് സമർപ്പണ ജീവിതം നയിക്കുന്നവർ കുടുംബജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ എന്തുമാത്രം വേദപുസ്തക അടിത്തറ അതിനുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അത് തീർച്ചയായിട്ടും വളരെ കാലികമായി കാലഘട്ടങ്ങളിൽ ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പ്രധാനമായിട്ടും കർത്താവ് ശിഷ്യത്വത്തിന് പല തലങ്ങളുള്ളതായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്നുള്ളതിന് ഒരു തലമല്ല, പല തലമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് ഈശോ തന്നെയാണ് പറയുന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പോയാൽ 19-ാമത്തെ അധ്യായത്തിൽ ഈ ഒരു വിഷയം കർത്താവ് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വിവാഹത്തെ 19-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങൾ 3 മുതലുള്ള വാക്യങ്ങൾ, പരിസേയരടുത്ത് എന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അപ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യമാണിത്. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് കർത്താവ് പുരുഷനും സ്ത്രീയുമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഏക ശരീരമായി തീരും, ഇത് ആദ്യം മുതലേ ദൈവം നിശ്ചയിച്ചതാണ്. ഈ ഉപദേശം എല്ലാം നൽകി കഴിയുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണല്ലോ ഭേദം, അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? ഇത് അപ്പസ്തോലന്മാർ തന്നെ ഈശോയോട് ചോദിക്കാം. അപ്പോൾ അതിന് ഉത്തരം വാക്യം 11 അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെട്ടവരുമുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കപ്പെട്ടവരുമുണ്ട്, ഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. അപ്പോൾ ഇത് കർത്താവ് പറയുകയാണ്, ഇത് കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഈ ഉപദേശം മനസ്സിലാക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. കാരണം എന്തിനാണ് അങ്ങനെ കല്യാണം കഴിക്കാതെ? ഇത് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഇത് പ്രകൃതി വിരുദ്ധമല്ലേ അങ്ങനൊരു ജീവിതം? എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നത് പ്രകൃതി വിരുദ്ധമല്ലേ? അങ്ങനെ ജീവിക്കുന്നതിനകത്ത് അതൊരു സയൻറ്റിഫിക് അല്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ളത്, ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഒരു തലമാണിത്. ശിഷ്യത്വത്തിൻ്റെ തലമാണെന്ന് ഞാൻ പറയാൻ കാരണം, ഈശോ എന്താ പറഞ്ഞത്? എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ മാതാവിനെയോ പിതാവിനെയോ ഭാര്യയെയോ മക്കളെയോ സമ്പത്തിനെയോ ഉപേക്ഷിക്കാത്തവർക്കാർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ എല്ലാവരെയും ഉപേക്ഷിക്കുന്നതുണ്ട്. എല്ലാവരെയും ഉപേക്ഷിക്കുന്നത് എന്തിനാണ്? എല്ലാവർക്കും എല്ലാം ആകാൻ വേണ്ടിയിട്ടാണ്. ഈ ഉപേക്ഷയുടെ ഒരു തല ആളുകൾ വിചാരിക്കുന്നത്, നമുക്ക് ഭാര്യയില്ല മക്കളില്ല അതുകൊണ്ട് നമ്മൾ വിരക്ത ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഈ വാക്യത്തോട് ചേർത്ത് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇതെല്ലാം കിട്ടും. എന്താ കിട്ടുന്നത്? ഭാര്യയെ കിട്ടുമെന്ന് പറയുന്നില്ല, മറിച്ച് അപ്പനെ കിട്ടും, അമ്മയെ കിട്ടും. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, എനിക്ക് എൻ്റെ അമ്മ തിരുവനന്തപുരത്ത് ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ അപ്പനും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ എനിക്ക് ഒരമ്മയല്ല, ഒരമ്മയല്ല, ഒരപ്പനല്ല, ഒരു സഹോദരനല്ല, ഒരു സഹോദരിയല്ല. അതായത് നമ്മുടെ ഒരു അവൈലബിലിറ്റി, നമ്മുടെ ഒരു സംലഭ്യത അനേകായിരങ്ങൾക്ക് എത്താൻ വേണ്ടി ശിഷ്യത്വത്തിൻ്റെ ഒരു പ്രത്യേക തലത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഇതെല്ലാം വേണ്ടാന്ന് ഇനി ചിന്തിക്കും. ഇത് കർത്താവ് പറയുകയാണ്, ഈ വാക്യം തന്നെ വിശദീകരിച്ചാൽ, അതായത് ഷണ്ഡരായിട്ട് ജനിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ലൈംഗിക ശേഷിയില്ലാതെ ജനിക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയാവുന്ന, നിങ്ങൾക്ക് നേരം ഉണ്ടല്ലോ അല്ലേ, എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ
ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഇമ്പോർട്ടൻ്റാണ്, ലൈംഗിക ശേഷിയില്ല. ആ സമയത്ത് എല്ലാവരും അവളോട് പറഞ്ഞു കുടുംബജീവിതം ഉപേക്ഷിക്കാൻ പറഞ്ഞു. ആ സമയത്താണ് ഞാനിങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത്, നിങ്ങൾ 3 മാസം തുടർച്ചയായി ബൈബിൾ വായിക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടുമെന്ന് ഒരിക്കൽ 2-2.5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവള് എന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് ഈ അച്ഛൻ പറഞ്ഞത് നടക്കില്ല, കാരണം എന്തായാലും എൻ്റെ ഭർത്താവിൻ്റെ ലൈംഗിക ശേഷി തിരിച്ച് കിട്ടാൻ പോകണില്ല. അപ്പോൾ അതൊരു അട്ടർ ഇമ്പോസിബിലിറ്റി ആയിട്ട് കണ്ടിട്ട് ഈ സഹോദരി എന്നെ എന്ന് വെച്ചാൽ എന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്നിട്ട് അവളിങ്ങനെയാണ് തീരുമാനിച്ചത്, തിരുവനന്തപുരത്ത് വരും, എന്നിട്ട് അച്ഛനെ കാണും, കണ്ടിട്ട് അച്ഛൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയും, മേലാൽ ഇങ്ങനെ ആളുകളെ പറ്റിക്കരുത്, അബദ്ധം പറഞ്ഞ് പഠിപ്പിക്കരുത്, കാരണം ഈ ബൈബിൾ വായിച്ചാൽ നിന്ന് മാറില്ല. അങ്ങനെ അവൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അവൾ എഴുതി തന്ന ഒരു ടെസ്റ്റിമണി റിട്ടേൺ ഫോമിൽ എൻ്റെ കയ്യിലുണ്ട്. അവൾ അവസാനം ഈ 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, അവളെല്ലാം മറന്നുപോയി, എന്നെ വെല്ലുവിളിക്കുന്ന എല്ലാം മറന്നുപോയി, ബൈബിൾ വായിച്ചുകൊണ്ടേയിരുന്നു. ആ കാലഘട്ടത്തിൽ അവൾ എനിക്ക് എഴുതുകയാണ്, അതായത് അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതായത് കുടുംബജീവിതം നയിക്കുന്നവരെല്ലാം ലൈംഗികമായി ബന്ധപ്പെടണമെന്ന് നിർബന്ധമുണ്ടോ? അവൾ ചോദിക്കുകയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ എത്രയോ പേർ സന്തോഷമായിട്ട് ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവൾ ചോദിക്കുകയാണ്, എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു പോരായ്മ വന്നത് ആ ഭർത്താവിൻ്റെ കുറ്റം കൊണ്ടാണോ? ഞാൻ ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചാൽ അദ്ദേഹത്തെ പിന്നീട് ആര് നോക്കും? എന്നാൽ ഞാൻ ഈ ഭർത്താവിനെ ചേർത്ത് പിടിച്ചാൽ എനിക്കും എൻ്റെ ഭർത്താവിനും കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കാൻ പറ്റില്ലേ? ഇങ്ങനെ മുമ്പ് ചിന്തിക്കാത്ത, അതായത് കൃപയുടെ ഒരു ഡയമെൻഷനിലാണ് ലൈംഗിക ബന്ധം ഇല്ലാതെ, സ്ത്രീ പുരുഷ ബന്ധം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു ജീവിതമുണ്ട്. അപ്പോൾ അത് ശിഷ്യത്വത്തിൻ്റെ ഉയർന്ന ഒരു തലമാണ്. ഇനി ഇത് അടിച്ചേൽപ്പിക്കുകയല്ല. എന്താണ്, നിങ്ങൾ എല്ലാവരും ബ്രഹ്മചാരികളാകൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചേൽപ്പിക്കും. പൗരോഹിത്യം എന്ന് പറയുന്ന ആ ഉദാത്തമായ ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കല്യാണം കഴിച്ചവർക്ക് നിഷിദ്ധമാണോ എന്നൊരു ചോദ്യം വരാം. നിഷിദ്ധമല്ല, കാരണം വിവാഹം കഴിച്ച എത്രയോ പേര് സഭയിൽ വൈദികരായിട്ടുണ്ട്. പക്ഷെ പുതിയതായിട്ട് വൈദിക വൃത്തിയിലേക്ക് വരുന്നവർക്ക് ബ്രഹ്മചര്യം സഭ നിർബന്ധമാക്കിയിരിക്കുന്നതിൻ്റെ കാരണം ഈ ശിഷ്യത്വത്തിൻ്റെ ഒരു ഉയർന്ന തലത്തിലേക്കുള്ളൊരു വളർച്ച. യേശുക്രിസ്തു അങ്ങനെ ഒരു ജീവിതം നയിച്ച ആളാണ്, അല്ലേ? ക്രിസ്തുവിൻ്റെ പുരോഹിതരാണ്, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യവുമായിട്ട് ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് പ്രീസ്റ്റ് ഈസ് അനദർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പം ഞങ്ങളൊക്കെ അതിനകത്ത് അത്രയും വളരുന്നില്ലെങ്കിലും അതാണ് അതിൻ്റെ ഐഡിയൽ. അതായത് കർത്താവിനെ കാണുന്ന പോലെ വേണം മനുഷ്യർ നമ്മളെ കാണാൻ, അല്ലേ? നമ്മൾ കർത്താവ് നിൽക്കുന്നത് പോലെ വേണം മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ശിഷ്യത്വത്തിൻ്റെ ഒരു ഉയർന്ന തലത്തിൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരാണ് ബ്രഹ്മചാരികൾ. ഇതാണ് അതിൻ്റെ ഏറ്റവും എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള ഉത്തരം. അപ്പോൾ ശിഷ്യത്വത്തിന് അങ്ങനെ ഒരു തലമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു തലം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഈശോ പറഞ്ഞല്ലേ അങ്ങനെ ഉണ്ടെന്ന്. ഇനി പത്രോസ്ലീഗ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞല്ലോ. പത്രോസ്ലീഗ കല്യാണം കഴിച്ച ആ പത്രോസ്ലീഗ കുറച്ച് കഴിയുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങളിതാ എല്ലാം ഉപേക്ഷിച്ച്, 19-ാം അധ്യായത്തിൽ തന്നെയാണ്, 19-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് അങ്ങേ അനുഗമിച്ചിരിക്കുന്നു. പത്രോസ്ലീഗയുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ കല്യാണം കഴിച്ച് ഭാര്യയും മക്കളും ഉള്ള ഈ മനുഷ്യൻ, അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ നേരം കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹം സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചു, കുടുംബജീവിതം നയിച്ചു, ആ കാലഘട്ടത്തിൽ കർത്താവ് വിളിച്ചു. പക്ഷേ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഭാര്യയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിന് വേണ്ടി വത്തിക്കാൻ്റെ വധക്കുന്നിൽ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ ശിഷ്യത്വത്തിന് അങ്ങനെ ഒരു തലമുണ്ട്. ഉണ്ടായിരുന്ന ഭാര്യയെ തന്നെ അദ്ദേഹം സത്യത്തിൽ ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പം ശിഷ്യത്വത്തിൽ ഭാര്യ ഉപേക്ഷണം ഉണ്ടെന്നുള്ള ഒരു ചിന്തയാണോ അതിൻ്റെ അകത്ത് പ്രധാനം? അതായത് ശിഷ്യത്വത്തിന് അങ്ങനെ ഒരു തലമുണ്ട്. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ ഭാര്യ ഉപേക്ഷിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഡയമെൻഷനുണ്ട്. അതായത് ഈശോ എന്താ പറഞ്ഞത്, സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കല്യാണം കഴിക്കുകയോ കല്യാണം കെട്ടിച്ചു കൊടുക്കുകയോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ദൈവദൂതന്മാരെ, അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ അംബാസഡർമാരാണെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഇങ്ങനെ സഭയിൽ ഇങ്ങനെ ഒരു ഡയമെൻഷനും ഉണ്ട്. വിവാഹം. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിവാഹം കൊള്ളരുതാത്തത് കൊണ്ടല്ല. ഇപ്പോൾ എന്നോടൊരാൾ ചോദിക്കുകയാണ്, അച്ഛൻ എന്താണ് കല്യാണം കഴിക്കാത്തത്? കല്യാണത്തോട് താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അല്ല, കല്യാണത്തോട് വലിയ താല്പര്യം ഉള്ളതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്. മനസ്സിലായില്ലേ? അതായത് കർത്താവിന് കൊടുക്കുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടത് കൊടുക്കണം. ഇപ്പോൾ സ്ത്രീയോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല കല്യാണം കഴിക്കാത്തത്, അല്ലേ? ലോകം മുഴുവൻ കേൾക്കുകയാണ്, ഞാൻ സ്വബോധത്തോടെ പറയുന്നത്. എനിക്ക് സ്ത്രീയോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല കല്യാണം കഴിക്കാത്തത്, മറിച്ച് ലൈംഗിക താല്പര്യം. ശ്രദ്ധിച്ച് കേട്ടോണം,
എല്ലാവരും കേൾക്കുന്ന ഉറപ്പില്ല, സ്വബോധത്തോടെ പറയുന്നത് ലൈംഗിക താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല. കർത്താവിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് കർത്താവ് ഇനി ഇത് ആരാണ്? ഇത് നമ്മൾ രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ രാത്രി കിടന്ന് ഞെളിവരി കൊള്ളുമൊന്നുമല്ല. നിങ്ങളിത് മനസ്സിലാക്കണം. അതെന്താ വെച്ചാൽ, അതായത് ഇതിനകത്ത് ഇല്ലേ ചാ, അതായത് നമ്മൾ ഞെളിവരി കൊള്ളുമെന്നല്ല, അതായത് നമുക്ക് ഈ ദാമ്പത്യ സന്തോഷമില്ലാതെ അതിനേക്കാൾ വലിയൊരു സന്തോഷം കർത്താവ് എല്ലാ ദിവസവും ജീവിതത്തിൽ തരും. അപ്പോൾ അതുകൊണ്ട് അത് അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മൈ ചോയ്സ്. എൻ്റെ കർത്താവിനെ പ്രതി എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ചോയ്സാണിത്. അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ഇനിയുള്ള കാലത്ത് അങ്ങനെയുള്ള ആളുകൾ കൂടും എന്നാണ് എൻ്റെ അഭിപ്രായം. നിർബന്ധിത സന്യാസത്തെക്കാൾ ഉപരി സമർപ്പിത സന്യാസം. അതായത് ഇപ്പോൾ ബ്രദർ സജിത്ത് ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ കത്തോലിക്ക സഭയിലാണെങ്കിൽ ഇപ്പോൾ ഷെക്കേന സന്തോഷ് കരിമാത്ര, സാബു ആറുതുട്ടി, ഡോക്ടർ ജോൺ ഡി, ഇവരെല്ലാം കുടുംബജീവിതം നയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആത്മായ സഹോദരങ്ങളാണ്. അതൊരു തരത്തിലുള്ള സമർപ്പണം. ഇനി അതിനേക്കാൾ ഒരാൾ ചിന്തിക്കുകയാണ് എനിക്ക് കുറച്ചുകൂടി ഉയർന്ന ഒരു സമർപ്പണം കൊടുക്കണം. അപ്പോൾ പറയുകയാണ് അതിനൊരു സമർപ്പണമാണ് പൗരോഹിത്യ ജീവിതം. കുടുംബജീവിതം നയിക്കാതെ എല്ലാവരുടെയും അപ്പനായിട്ട്, അച്ഛൻ എന്നല്ലേ വിളിക്കുന്നേ, അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. അച്ഛൻ എന്ന് പറഞ്ഞാൽ അപ്പൻ, എല്ലാവരുടെയും അപ്പനായിട്ട്, ഒരു കുഞ്ഞിൻ്റെ അപ്പനാവാതെ എല്ലാവരുടെയും അപ്പനാവാൻ ഒരു വിളി ദൈവം തരികയാണ്. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്നത് എന്തിനാ? അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലൊക്കെ പൗലോസ് പറയുന്നത് നിങ്ങളെല്ലാവരും എന്നെ പോലെ ആകണം. അത് വ്യക്തമായിട്ട് പൗലോസിലേക്ക് പറയുകയാണ്, വിവാഹം കഴിക്കാതിരിക്കുന്നതാണ്, അല്ലെ സ്ത്രീയെ സ്പർശിക്കാതിരിക്കുന്നതാണ് പുരുഷന് നല്ലത്. ഇപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് മോശമായതുകൊണ്ടല്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പോൾ ബ്രഹ്മചര്യ ജീവിതം ഒരാൾ നയിക്കുന്നത് ജീവിതം മോശമായതുകൊണ്ടല്ല. ദാമ്പത്യ ജീവിതം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇത്രയും ഒന്നാവാൻ സാധിക്കുന്ന, നിങ്ങളിൽ 2 പേർ ഭൂമിയിൽ ഏക മനസ്സോടെ ചോദിക്കുന്നത് എന്തും നടത്തി ഇത്ര ഇൻറ്റിമേറ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ആരുമില്ല, ഭാര്യയും ഭർത്താവല്ലാതെ. അപ്പനും മക്കളും തമ്മിൽ പോലും അത്ര ഇൻറ്റിമേറ്റായി, അപ്പോൾ അത്രയും ഇൻറ്റിമേറ്റായിട്ട് 2 മനുഷ്യാത്മാക്കൾ തമ്മിൽ യോജിക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു ബന്ധമാണത്. എന്നാൽ പൗലോസ്ലീഹ പറയുകയാണ്, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുന്നു, ഞാനിങ്ങനെ ഏകസ്ഥനായിട്ട് തുടരുന്നതിൻ്റെ കാരണം അദ്ദേഹം പറയുകയാണ്. 1 കൊരിന്തോസ് 7 അധ്യായത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് എല്ലാവരും, 7-ാമത്തെ വാക്യം, 1 കൊരിന്തോസ് 7:7, എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു, എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗിഫ്റ്റായിട്ടാണ്. ഗിഫ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ഞാനൊരു അച്ഛനാണ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഒത്തൻറ്റിക്കായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം, കാരണം ഈ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് ചെറുപ്പത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രേരണ കിട്ടുന്നു, വൈദികനാവാം. ഈ പ്രേരണ കിട്ടുമ്പോൾ തന്നെ ഈ പ്രേരണ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും മീഡിയയിൽ വരുന്നൊരു വാർത്തയോ അല്ലെങ്കിൽ വരുന്ന വാർത്തയല്ല. സംശുദ്ധമായ ജീവിതം നയിക്കുന്ന 10,000-കണക്കിന് പുരോഹിതന്മാർ കേരളത്തിലുണ്ട്. സംശുദ്ധമായ ജീവിതം. ഇവിടെ നമ്മളെപ്പോഴും ബ്ലാക്ക് മാർക്കുകൾ മാത്രമേ കാണൂ, അല്ലേ? ഒരു വെള്ളത്തുണിയിൽ ഒരു കറുത്ത മഷി വീണാൽ അതുമാത്രമാണ് നമ്മൾ ആകെ കാണുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു സിസ്റ്റർ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചാൽ അല്ലെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര ആയിരങ്ങൾ അവർക്ക് ഇത് ജീവിക്കാൻ പറ്റുന്ന, അവരാരും തന്നെ പരാതിപ്പെട്ടുകൊണ്ടല്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ ഭിത്തിയിലിടിച്ച് കലി തീർക്കുകയല്ല, മറിച്ച് ഇത് നിങ്ങൾ മനസ്സിൽ ലോകത്ത് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ശരിക്കും ബ്രഹ്മചര്യം ജീവിതം നയിക്കുന്ന ആളുകളുടെ മുഖത്ത് സങ്കടമല്ല, സന്തോഷമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു കുടുംബത്തിനും തരാൻ പറ്റാത്ത വല്ലാത്തൊരു സന്തോഷം. നമുക്ക് പരാതികളെ പരിദേവനങ്ങളെക്കാളൊക്കെ ഉപരി സന്തോഷമാണ്, അല്ലേ ചാ? സന്തോഷമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-8 വാക്യത്തിൽ വിവാഹം കഴിക്കാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാമെന്നല്ലേ? അതാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളിത് കുടുംബജീവിതം മോശമായതുകൊണ്ടല്ല, ഒരു ഡയമെൻഷൻ എത്തുമ്പോൾ. ഇപ്പോൾ കത്തോലിക്ക സഭയിൽ തന്നെ വിശുദ്ധരുണ്ട്, വിശുദ്ധ നിക്കോളാസ്, സ്വിറ്റ്സർലൻഡിലെ വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത 50 വയസ്സായപ്പോൾ അദ്ദേഹം ഭാര്യയോട് വേദനയോട് എഴുതുകയാണ്. 45 വയസ്സൊക്കെ ആകുമ്പോൾ അദ്ദേഹം വേദനയോടെ അദ്ദേഹത്തിൻ്റെ പാസ്റ്ററോട് പറയുകയാണ്, അച്ഛനോട് പറയുകയാണ്, അച്ഛാ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യയോട് എനിക്ക് മിണ്ടാൻ തോന്നുന്നില്ല, എൻ്റെ മക്കളെ ലാളിക്കാൻ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് എന്തെങ്കിലും കുഴപ്പമാണോ?
50-ാമത്തെ വയസ്സെത്തിയപ്പോൾ അദ്ദേഹം ഭാര്യയോട് സംസാരിച്ച് ഭാര്യയുടെ അനുവാദത്തോടെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്നൊരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കുടില് കെട്ടി അടുത്ത് 20 കൊല്ലം അവിടെ താമസിച്ച് അദ്ദേഹം വരുത്തിച്ച്. അപ്പോൾ ഈ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്നവർക്ക് തന്നെ അടുത്ത ഡയമെൻഷൻ ഇങ്ങനൊരു കൃപ കിട്ടാം. അപ്പോൾ അതുകൊണ്ട് അത് അതെ പിന്നെ അച്ഛൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കുടുംബജീവിതം ഇല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം ഇല്ല. കാരണം കുടുംബങ്ങളുണ്ടായെങ്കിലല്ലേ അച്ഛന്മാരുണ്ടാവൂ. വെരി ഗുഡ്. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പം ഇതെടുത്ത് കാട്ടിയിട്ട് ഇപ്പം പത്രോസ് ലീഗ വിവാഹം കഴിച്ചതായിരുന്നു, അതുകൊണ്ട് പുരോഹിതൻ വിവാഹം കഴിക്കുന്നില്ല. അപ്പം അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. അത് പറയാം, തിമോത്തിയോസിന്റെ. അതെ അതെ, അതായത് മെത്രാൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം തിമോത്തിയോസിന്റെ. അതെ. അപ്പൊ അതായത് മക്കളെ നേരാവണ്ണം നടത്തുന്നവന് അതോടെ. അതായത് സഭയുടെ ആദ്യകാലങ്ങളിൽ കുടുംബജീവിതക്കാർ മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ, വളരെ പൗലോസ് ലീഗയെ പോലെ വളരെ ചുരുക്കം പേര് മാത്രമേ ഇങ്ങനെ ഏകസ്ഥരായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കുടുംബജീവിതം നയിച്ചിരുന്നവരോ ഭർത്താവ് മരിച്ചവരോ ഭാര്യ മരിച്ചവരോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ആൾ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന് പറയുന്നത് പല ഭാര്യമാരെ കൊണ്ടു നടക്കുന്ന പശ്ചാത്തലമുള്ള സമൂഹങ്ങളോടാണ് പറയുന്നത്. അതായത് മാന്യമായ കുടുംബജീവിതം നയിക്കുന്ന ആളായിരിക്കണം എന്ന് പറയുന്നത്. അത് കല്യാണം കഴിക്കാനുള്ള ആഹ്വാനമല്ല, മെത്രാൻ കല്യാണം കഴിച്ചിരിക്കണം എന്നല്ലല്ലോ ബൈബിൾ വാക്യം പറയുന്നത്. മെത്രാൻ ഏക ഭാര്യയുടെ ഭർത്താവ്, കാരണം കല്യാണം കഴിച്ച മെത്രാന്മാരാണെന്ന് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു മനുഷ്യർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. ആണോ? അല്ല. ഇനിയും വേറൊരു ചോദിക്കാതെ തന്നെ ഞാൻ പറയാം, മറ്റൊരു ആരോപണം വരാൻ സാധ്യതയുള്ള എന്താണ്, ഈ അച്ഛന്മാരെയൊക്കെ കല്യാണം കഴിപ്പിക്കാത്തതുകൊണ്ടല്ലേ ഈ ആക്ഷേപം ഉണ്ടാവുന്നത്? സത്യസന്ധമായിട്ട് ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി എന്നോട് മറുപടി പറയരുത്. പറഞ്ഞില്ലെങ്കിലും ഉത്തരം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിൽ ചിന്തിച്ചാലും മതി. അതായത് അവിവാഹിതരായ വല്ല ബ്രഹ്മചര്യ ജീവിതം നയിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്ത വൈദികരുടെ ഇടയിലാണോ, കുടുംബജീവിതം നയിക്കുന്നവരുടെ ഇടയിലാണോ അവിഹിത ബന്ധങ്ങൾ കൂടുതലുള്ളത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇഷ്ടം പോലെ അവിഹിത ബന്ധങ്ങൾ കുടുംബജീവിതക്കാരുടെ ഇടയിൽ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ നിങ്ങൾ അതിൻ്റെ ശതമാന കണക്കെടുക്കൂ. ബ്രഹ്മചാരികളായ ആളുകളുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് വിവാഹിതരായ ആളുകളുടെ ഇടയിൽ അവിഹിത ബന്ധങ്ങൾ. അങ്ങനെയാകുമ്പോൾ ആ ആർഗ്യുമെൻറ്റിന് വിലയില്ല. അപ്പം അത് നമുക്ക് പൗരോഹിത്യത്തിൻ്റെ ത്തോട് ചേർന്ന് ബ്രഹ്മചര്യത്തെ വെച്ചാൽ പോലും അതൊരു വളർച്ച വന്ന ഒരു വെളിപ്പാടായിട്ടാണ് ബൈബിളിൽ തന്നെ കാണുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞു, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ശിഷ്യത്വത്തിൻ്റെ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്നവർക്ക് സഭാ കാലയളവിലാണെങ്കിലും ആ ഒരു വളർച്ച ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ വന്നവർക്ക് ഈ വലിയ സമർപ്പിതരല്ല, ആദ്യം പിന്നീട് വന്നവർ കൂടുതൽ ബ്രഹ്മചര്യത്തിൻ്റെയും അതുപോലുള്ള സമർപ്പണത്തിലേക്കും വന്നു എന്ന് തന്നെയാണ് നമ്മൾ അതെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് പൗരോഹിത്യത്തോട് ചേർന്ന സഭ അതൊരു നിയമമാക്കി മാറ്റി. ഓക്കെ എന്നേ ഉള്ളൂ. ഓൾറൈറ്റ്, താങ്ക് യു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ ആൻസർ വളരെ തൃപ്തികരമാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ വീടുകളിൽ പോയി പറഞ്ഞിട്ട് ഇങ്ങനെ അധ്യക്ഷൻ ഏകഭാര്യയുടെ ഭർത്താവാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ വിവാഹം കഴിച്ചിട്ടില്ല, അപ്പോൾ അത് ബൈബിളിന് വിരുദ്ധമല്ലേ? ഇങ്ങനെയൊക്കെ ആൾക്കാർ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ജസ്റ്റ് ചോദിക്കുന്നത്, അല്ലാതെ അച്ഛൻ്റെ ബ്രഹ്മചര്യത്തെ ചോദ്യം ചെയ്യുമല്ല. ഇല്ല, കുഴപ്പമില്ല, ചോദ്യം ചെയ്താലും കുഴപ്പമില്ല. രാത്രിയും പകലും അവൈലബിൾ ആകാൻ ആരുടെ അനുവാദം ചോദിക്കാതെ യാത്ര. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുമ്പം, അച്ഛാ, ഒരു പ്രധാന ചോദ്യം എനിക്കും, ഞാൻ പെന്തക്കോസ്ത് യാത്രയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ഓരോ ഞായറാഴ്ചയും പുരോഹിതൻ ബലി അർപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 10:10 എബ്രായർക്ക് എഴുതിയ ലേഖനം 10:14 പറയുന്നു ഏക ബലിയാണ് യേശു അർപ്പിച്ച ഏക ബലിയാണ്. അപ്പോൾ യേശു ഏക ബലി അർപ്പിച്ചിട്ട് പിന്നെ എന്താണ് ഓരോ ഞായറാഴ്ചയും അർപ്പിക്കുന്ന ബലി? ഇതൊരു മേജർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുക. ഇവിടെ നിങ്ങൾ അല്പം ശ്രദ്ധ എനിക്ക് തരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. എല്ലാവർക്കും മനസ്സിലാവും, എന്നാൽ ഒരല്പം ശ്രദ്ധിക്കുക. മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻ കളഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ഈശോ ലൂക്കാസ് വിശേഷം 22 നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്താൽ ഉപകാരമായിരിക്കും. ലൂക്ക 22 14 മുതലുള്ള വാക്യങ്ങളിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അന്ത്യത്താഴ ആ വിരുന്നിനെക്കുറിച്ച് പറയുന്നത്. ലൂക്ക 22 ശ്രദ്ധിക്കാം. 14 മുതൽ, സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, ഈ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല.
അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന. എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങോട്ട് നോക്കിയേ. അതായത് ഈ ഈശോ എത്ര തവണ പാനപാത്രം എടുത്തു? എത്ര പാനപാത്രം എടുത്ത് ആശീർവദിച്ചു? പറയാം. എത്ര തവണ അപ്പം എടുത്തു? അല്ലെ, എത്ര തവണ പാനപാത്രം എടുത്തു? പാനപാത്രം എത്ര തവണ എടുത്തു? 1 അല്ലേ? അല്ല. നിങ്ങൾ വായിച്ചതിനകത്ത് എത്ര ഉണ്ട്? വായിച്ചതിനകത്ത് എത്ര ഉണ്ട്? ഞാൻ ഒന്നുകൂടെ വായിക്കാം. വാക്യം 17. അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു. ഓക്കെ, അടുത്തത് വാക്യം 20. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു. ഇവിടെ തന്നെ എത്ര പ്രാവശ്യം പാനപാത്രം? ഇവിടെ തന്നെ 2 ഉണ്ട്. ഇനി ശ്രദ്ധിക്കുക, യഹൂദൻ്റെ പെസഹ വിരുന്നിൽ അവൻ 4 തവണ പാനപാത്രം എടുക്കും. യഹൂദൻ്റെ പെസഹ വിരുന്നിൽ എത്ര തവണ എടുക്കും? 4 തവണ. ഇനി ഈ ഇൻഫർമേഷനൊക്കെ എവിടെ നിന്ന് ചോദിച്ചാൽ, മിഷ്ന എന്ന് പറയുന്ന യഹൂദൻ്റെ ഗ്രന്ഥമാണ് മിഷ്ന. അതിനകത്ത് അതൊക്കെ പിന്നെ സൈത്ത് പിന്നീട് പറഞ്ഞു തരും എന്താണെന്നൊക്കെ. അതിനകത്ത് യഹൂദൻ്റെ എല്ലാ റിച്വലിനെ കുറിച്ച്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തിരുന്നത് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്. 4 പാനപാത്രമാണ് പെസഹ തിരുനാളിനെടുക്കുന്നത്. 3 മണിക്ക് ആടിനെ കൊല്ലുന്നു. സന്ധ്യ മയങ്ങി കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നു. ഒരുമിച്ച് സമ്മേളിച്ച് കഴിയുമ്പോൾ ഭക്ഷണം എല്ലാം തയ്യാറാക്കി വെച്ച് കഴിയുമ്പോൾ ഒന്നാമത്തെ പാനപാത്രം, ഒന്നാമത്തെ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാമത്തെ ഗ്ലാസ് വീഞ്ഞ് എടുത്തിട്ട് യഹൂദൻ്റെ ഭക്ഷണ രീതിയാണ്. ഇനി നാളെ ഞാൻ കള്ളു കുടിക്കാൻ പറഞ്ഞെന്ന് പറയരുത്, ശ്രദ്ധിക്കുക. കള്ളു കുടിക്കരുത്, അതാണ് നമ്മുടെ പോളിസി. ഓക്കെ, ഇനി ഒന്നാമത്തെ ഗ്ലാസ് വീഞ്ഞെടുത്തിട്ട്, ചഷകത്തിൽ വീഞ്ഞെടുത്തിട്ട് അത് കുടുംബനാഥൻ പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ കുടിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ ഭക്ഷണം കഴിക്കും. ഇപ്പം നമുക്ക് ഈ ഭക്ഷണത്തിന് പല കോഴ്സുകളില്ലേ. ഇപ്പോൾ ആദ്യം ഇത്തിരി സാലഡോ ഒക്കെ കഴിച്ച് അപ്പിറ്റൈസറോ ഒക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ ഈ കോഴ്സ് 4 കോഴ്സാണിത്. അപ്പോൾ ആദ്യത്തെ കോഴ്സ് ആരംഭിക്കുന്നത് ആദ്യത്തെ പാനപാത്രം എടുക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് വീണ്ടും 2ാമത്തെ പാനപാത്രം, 2ാമത്തെ തവണ ഈ വീഞ്ഞെടുത്ത് കുടിക്കുമ്പോഴാണ് ഈ വീട്ടിലെ കുട്ടി ചോദിക്കും, എന്തിനാണ് അപ്പാ ഈ നൈറ്റ് മറ്റ് നൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ രാത്രി മറ്റ് രാത്രികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അപ്പം പറയുകയാണ്, പഴയ നിയമത്തിലെ സ്ക്രിപ്ചർ കോട്ട് ചെയ്തുകൊണ്ട് പറയും, ഈജിപ്തിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ആ റീഡിങ് എല്ലാം വായിച്ചതിന് ശേഷം ഇത് വിശദീകരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? കുർബാനയുടെ സ്ട്രക്ചറാണിത്, മനസ്സിലായില്ലേ? കുർബാന ഇത് തന്നെയാണ്. അപ്പോൾ വീഞ്ഞെല്ലാം ഒരുക്കി വെക്കുന്നു, ബൈബിൾ വായിക്കുന്നു, അച്ഛൻ പ്രസംഗിക്കുന്നു, ഈ സ്ട്രക്ചറാണത്. അപ്പോൾ ഈ കുടുംബനാഥൻ ഇതെന്തിനാണ് ചെയ്തത് എന്ന് വിശദീകരിക്കുന്നു. അതിനുശേഷം 3ാമത്തെ പാനപാത്രം എടുക്കുന്നു. 3ാമത്തെ പാനപാത്രം എടുത്ത് അത് കുടിച്ചതിന് ശേഷം ഇവർ ശരിക്കും പെസഹ ഭക്ഷിക്കുന്നു. 4ാമത്തെ പാനപാത്രം എടുക്കുന്നു. 114, 115, 116, 117, 118 സങ്കീർത്തനം 114, 15, 16, 17, 18. ഇതിലെ 114, 115 ഒക്കെ 3ാമത്തെ പാനപാത്രം കുടിക്കുന്ന സമയത്ത് ചൊല്ലും. അത് കഴിഞ്ഞ് 117, 118 ചൊല്ലി 4ാമത്തെ പാനപാത്രം കുടിച്ചിട്ടാണ് പെസഹ അവസാനിപ്പിക്കുന്നത്. ഇതിൽ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? 4 കപ്പ് പിടികിട്ടിയോ? എത്ര ഞാൻ പറഞ്ഞു? 4 കപ്പ്. ഇതിൽ ലൂക്ക 22 നമ്മൾ വായിക്കുന്നത് 2 എണ്ണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ, കാത്തലിക് ആൻഡ് പ്രൊട്ടസ്റ്റൻറ്റ് കാത്തലിക്കും ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ലൂക്ക 22 പറയുന്നത് 1ാമത്തെ പാനപാത്രത്തെക്കുറിച്ച് പറയുന്നില്ല. 2ാമത്തെ പാനപാത്രം ആണ് ആദ്യം നമ്മൾ വായിക്കുന്നത്, വാക്യം 17. ഓക്കെ, വാക്യം 20 നമ്മൾ വായിക്കുന്നത് 3ാമത്തെ പാനപാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയാം. മനസ്സിലാവും. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ലൂക്ക 22:17 നമ്മൾ വായിക്കുന്നത് എത്രാമത്തെ പാനപാത്രമാണ്?
രണ്ടാമത്തെ. 4 പാനപാത്രത്തിൽ രണ്ടാമത്തെയാണ്. ലൂക്ക 17:20 നമ്മൾ ലൂക്ക 22:20 നമ്മൾ വായിക്കുന്നത് എത്രാമത്തെ? 3-ാമത്തെ പാനപാത്രം. ഈ 3-ാമത്തെ പാനപാത്രമാണ് ഈശോ ആശീർവദിച്ച് പരിശുദ്ധ കുർബാനയാക്കുന്നത്. ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മത്തായിലും കാണും, മർക്കോസിൻ്റെ സുവിശേഷത്തിലും കാണും. 26-ാമത്തെ 14-ാം അധ്യായം 26-ാമത്തെ വാക്യം, 25-26 ഞാൻ വായിക്കുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ ഇനി കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒരു മലയിലേക്ക് പോയി. ഇവിടെ നോക്കിയേ, 3-ാമത്തെ പാനപാത്രം ആശീർവദിച്ച് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം എല്ലാം പറഞ്ഞിട്ട് ഈശോ ഉടനെ പറയാണ്, ദൈവരാജ്യത്തിൽ നവമായി പാനം ചെയ്യുന്നത് വരെ, മത്തായിലും ലൂക്കായിലും പറയുന്നത് ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാവുന്നത് വരെ ഞാനിനി മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് കുടിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഈശോ 4-ാമത്തെ പാനപാത്രം കുടിച്ചിട്ടില്ല. 3-ാമത്തെ പാനപാത്രം കുടിച്ച് ഈശോ അവിടുന്ന് നേരെ 117-18 സങ്കീർത്തനങ്ങൾ ചൊല്ലിയിട്ട് നേരെ ഒലിവുമലയിലേക്ക് പോയി. ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരണം. അപ്പോൾ പെസഹ പൂർത്തിയായിട്ടില്ല. പെസഹ പാതി വഴിയിൽ നിർത്തിയിട്ടാണ് ഈശോ എഴുന്നേറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച് പെസഹ കംപ്ലീറ്റ് ആയിട്ടില്ല. പെസഹ കംപ്ലീറ്റ് ആവണേ എത്രാമത്തെ പാനപാത്രം കുടിക്കണം? 4-ാമത്തെ. അതിപ്പോൾ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി ഗത്സമൻ തോട്ടത്തിലേക്ക് ചെന്നിട്ട് ഈശോ എന്താ പ്രാർത്ഥിക്കുന്നേ? പിതാവേ, കഴിയുമെങ്കിൽ എന്ത് ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് മാറ്റണേ. ഈ പാനപാത്രം ഞാൻ കുടിക്കണമെന്നാണ് നിന്റെ ഹിതമെങ്കിൽ അത് നിറവേറട്ടെ. അപ്പോൾ ഏത് പാനപാത്രത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? 4-ാമത്തെ പാനപാത്രത്തെക്കുറിച്ച്. അപ്പം 4-ാമത്തെ പാനപാത്രം എന്താണ്? കുരിശിലെ മരണം. ശ്രദ്ധിക്കുക, പെസഹ പൂർത്തിയായിട്ടില്ല. സെഗിയോൻ മാളികയിൽ നടന്ന പെസഹ ഭക്ഷണം പൂർത്തിയായോ? ഇല്ല. പൂർത്തിയാവണേ എത്രാമത്തെ കുടിക്കണം? 4-ാമത്തെ. അത് കുടിക്കണോന്നാണ് പിതാവിനോട് ചോദിക്കുന്നത്. ഇത് ഞാൻ കുടിക്കണോ ഭർത്താവേ, ഞാനിത് കുടിക്കണോ? അപ്പം എന്താണ് ഈശോയ്ക്ക് 4-ാമത്തെ പാനപാത്രം? കുരിശുമരണം. കുരിശുമരണം ആണല്ലോ. ഇനി ഇങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വാക്യം എടുത്ത് തന്നെ പറയാം. മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാം. അവിടെ മർക്കോസ് 15:23 ഇങ്ങനെ വായിച്ചോ, 21 മുതൽ വായിച്ചോ. മർക്കോസ് 15:21 മുതൽ വായിക്കാമോ? അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ കുറേനക്കാരനായ ശിമയോൻ നാട്ടുപുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിന്റെ കുരിശു ചുമപ്പാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥയിൽ അവർ അവനെ കൊണ്ടുവന്നു. മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവൻ കുടിച്ചില്ല. കേൾക്കണേ, 4-ാമത്തെ കപ്പ് കുടിക്കണോ കർത്താവേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ് ഈശോ തന്നെ പറയാണ്, പിതാവേ നിന്റെ ഹിതമാണത്, ഞാൻ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ചോളാം. കുരിശ് യാത്ര ഗോകുൽത്താമലയിലെത്തിയപ്പോൾ അവന് വീഞ്ഞു കൊടുത്തു. അവൻ അന്നേരം അത് കുടിച്ചില്ല. കേൾക്കണം നിങ്ങൾ, കുടിച്ചില്ല. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാവുന്നവരെ ഞാനിനി കുടിക്കത്തില്ല. മനസ്സിലായോ? ഞാൻ കുടിക്കില്ല. അപ്പോൾ ഈ കുരിശ് മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തു. അവൻ കുടിച്ചില്ല. ഇനി യോഹന്നാന്റെ സുവിശേഷം എടുത്തേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ് 19-ാം അധ്യായം 28 മുതൽ. യോഹന്നാൻ 19:28 മുതൽ. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടതിന് യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരി കുതിർത്ത് ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവന്റെ ചുണ്ടോട് അടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. എന്നാൽ ഈശോ കുരിശ് മരണത്തിന് തൊട്ട് മുമ്പ് മരിക്കാൻ പോവാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുരിശിൽ അവനെ തറച്ചു.
മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് കുടിക്കാൻ തരിക. വിനാഗിരി എന്ന് പറയുമ്പോൾ നിങ്ങൾ കറിക്ക് ഒഴിക്കുന്ന വിനാഗിരി അല്ല ഇത് പുളിച്ച വീഞ്ഞാണിത്. അല്പം കൂടി കട്ടി കൂടിയ വീഞ്ഞാണിത്, ഈ വിനാഗിരി എന്ന് പറയുന്നത്. അപ്പോൾ ആ മീറ കലർത്തിയ ആ കട്ടി കൂടിയ വീഞ്ഞ് അവർ ഒരു നീർപ്പഞ്ഞി മുക്കി അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. അത് കുടിച്ചിട്ട് അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. അപ്പം 4ാമത്തെ കപ്പ് ഈശോ കുടിക്കുന്നത് പൂർത്തിയായി എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പാണ് 4ാമത്തെ കപ്പ്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, പെസഹ പൂർത്തിയായത് എവിടെ വെച്ചിട്ടാണ്? കാൽവരി കുരിശിൽ വെച്ചിട്ടാണ്. ആമേൻ. വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങിയ പെസഹ പൂർത്തിയാവുന്നത് ദുഃഖവെള്ളിയാഴ്ച 3 മണിക്കാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, വ്യാഴാഴ്ച രാത്രിയിലെ സംഭവവും വെള്ളിയാഴ്ച ഉച്ചക്കത്തെ സംഭവവും നമുക്കാണ് 2 സംഭവം. യേശുവിന് അത് ഒരു ഈവൻ്റായിരുന്നു. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് 2 ഒരു ഈവൻ്റാണ്, ഒരു ഈവൻ്റ്. അപ്പോൾ ആ ഈവൻറ്റിന് 2 തലമുണ്ട്. ഒന്നാമത്തെ തലം രക്തം കൊണ്ടുള്ള ബലി. അതാണ് ദുഃഖവെള്ളിയാഴ്ച നടക്കുന്നത്. ആ കുരിശിലെ ബലിക്ക് വ്യാഴാഴ്ച വൈകിട്ടാണ് അത് ആരംഭിക്കുന്നത്. ആ ബലി ശരിക്കും പൂർത്തിയാവുന്നത് പെസഹായ്ക്ക് പകരം പെസഹ കുഞ്ഞാടായിട്ട് തന്നെ ബലിയർപ്പിക്കുന്ന യേശുവിൻ്റെ കുരിശിലെ ആ ബലിയർപ്പണം യേശുവിന് ഒരു സംഭവമാണ്. അത് ആരംഭിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട്, അത് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവസാനിക്കുന്ന ഈ ഒറ്റ സംഭവത്തിന് 2 തലമുണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്. ഒന്ന്, എ ബ്ലഡി സാക്രിഫൈസ്, രക്തം കൊണ്ടുള്ള ഒരു ബലി. രണ്ടാമത്തേത് രക്തരഹിതമായ ഒരു ബലി. ഈ 2 ഡയമെൻഷൻ ഉണ്ട്. ഒന്നാമത്തേത് രക്തം കൊണ്ടുള്ള ബലി, രണ്ടാമത്തേത് രക്തമില്ലാത്ത ബലി. രക്തം കൊണ്ടുള്ള ബലി അവൻ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ അർപ്പിച്ചു. രക്തമില്ലാത്ത ബലി അവൻ സെഹിയോൻ മാളികയിൽ അർപ്പിച്ചു. ഇത് 2 ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. 2 വശങ്ങൾ, ഒരു നാണയത്തിൻ്റെ, ഒരു യാഥാർത്ഥ്യത്തിൻ്റെ 2 വശങ്ങളാണ്. ഈശോ പറഞ്ഞു, ദുഃഖവെള്ളിയാഴ്ച നട്ടുച്ചയ്ക്ക് ഞാൻ കുരിശിലർപ്പിച്ച രക്തം കൊണ്ടുള്ള ബലി ഏക ബലിയാണ്. അത് നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. എന്നാൽ അതേ ബലി രക്തമില്ലാതെ സാക്രമെൻ്റലായി കൗതാശികമായി ഞാൻ പെസഹ വ്യാഴാഴ്ച അർപ്പിച്ചു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ആവർത്തിക്കണം. പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ കർത്താവിൻ്റെ ബലി തന്നെയാണ്, എന്നാൽ കർത്താവ് രക്തം കൊണ്ട് കുരിശിലർപ്പിച്ച മോഡിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. യേശുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കുന്നില്ല. യേശുവിനെ വീണ്ടും, അതാണ് ഒരു പ്രധാന ആക്ഷേപം, യേശുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കുന്നില്ല. കാരണം യേശുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കാൻ പറ്റില്ല. എന്നാൽ അതേ ബലി എന്തിനാണിത്? വെറുതെ സിമ്പിൾ ലോജിക് കൊണ്ട് ചിന്തിച്ചാൽ മതി. എന്തിനാണിത്? 2000 കൊല്ലം മുമ്പ് നടന്ന ആ രക്തം കൊണ്ടുള്ള ബലിയിൽ, ആ ബലിയിൽ സംബന്ധിച്ചുകൊണ്ട് ആ കുരിശിൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയ്ക്കും യോഹന്നാനും ആ ബലിയിൽ നിന്ന് എന്തെല്ലാം കിട്ടിയോ അത് മുഴുവൻ 2019 ഡിസംബർ 27 ഈ ബലിപീഠത്തിനടുത്ത് നിൽക്കുന്ന എനിക്കും കിട്ടാൻ വേണ്ടി കർത്താവ് അത് രക്തമില്ലാതെ അർപ്പിച്ച് ആവർത്തിക്കാൻ പറഞ്ഞു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അത് എന്നേക്കുമായിട്ട് അർപ്പിച്ച ഏക ബലിയാണ്. അത് ആവർത്തിക്കാൻ പറ്റില്ല. ഏതാണ് ആവർത്തിക്കാൻ പറ്റാത്തത്? രക്തബലി ആവർത്തിക്കാൻ പറ്റില്ല. എന്നാൽ രക്തരഹിതമായ ബലി എന്തുകൊണ്ടാണ്? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ദിവസത്തെ ഒരു ഈവൻ്റാണ്. പെസഹ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് വൈകിട്ട് 6 മണിക്കാണ്, തീരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ യേശുവിനെ സംബന്ധിച്ച് അത് ഒരു ദിവസമാണത്. യഹൂദൻ്റെ ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. ദിവസം തീരുന്നത്, നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് രാത്രി 12 മണിക്കാണ്. യഹൂദൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകിട്ട് 6 മണിക്കാണ്, തീരുന്നത് വൈകിട്ട് 6 മണിക്കാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിന് പെസഹ ഭക്ഷണം കഴിച്ച അതേ ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച ഈശോ ബലിയായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് അത് ഒരു ദിവസത്തെ സംഭവമാണ്, ഒരു സംഭവമാണ്. ആ സംഭവത്തിന് 2 തലമുണ്ട്. രക്തം കൊണ്ടുള്ളൊരു തലം, രക്തരഹിതമായൊരു തലം. ആ രക്തരഹിതമായ തലം സഭ ഇന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു കുറച്ച് ശൈത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തോ എന്താണെന്നറിയാമോ? ആ സ്വർഗത്തിൽ നടക്കുന്ന ബലി എബ്രായർ 9 അല്ലേ പറഞ്ഞു. എബ്രായർ 9 എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു എൻലൈറ്റ്മെന്റ് കിട്ടിയത്. എബ്രായർ 9 വാസ്തവത്തിൽ യേശു കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ കൂടെ കടന്ന് തൻ്റെ ശരീര ബലി അർപ്പിക്കുന്ന ആ രംഗമാണ്
വാസ്തവത്തിൽ ഓരോ കുർബാനയിലും ആ അവസ്ഥയിലേക്കാണ് നമ്മൾ എടുക്കപ്പെടുന്നത്. അതാണ് ഞങ്ങൾ ഇതിനോട് ചേർന്ന് ഞാൻ ചേർത്ത് പറയാവുന്നത്, നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ലാറ്റിൻ സഭയിൽപ്പെട്ടവരാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് കുർബാനയാണ് നിങ്ങളെ സംബന്ധിക്കുന്നതെങ്കിൽ അതിനകത്ത് ഇങ്ങനെ അച്ഛൻ പറയും, അനാഫറ തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയും, ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്. അപ്പോൾ നിങ്ങൾ മറുപടി പറയും, വി ലിഫ്റ്റ് ദം അപ്പ് ടു ദ ലോഡ്. മലയാളത്തിലാണ് നിങ്ങളെ സംബന്ധിക്കുന്നതെങ്കിൽ അച്ഛൻ പറയും, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നിങ്ങൾ പറയും, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. സീറോ മലബാർ കുർബാനയിലാണ് നിങ്ങൾ സംബന്ധിക്കുന്നതെങ്കിൽ ആ കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരം. സീറോ മലങ്കര കുർബാനയിലാണ് നിങ്ങളെ സംബന്ധിക്കുന്നതെങ്കിൽ അവിടെ അച്ഛൻ പറയും, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. അപ്പം നിങ്ങൾ പറയും, ഇതാ ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം അവിടെ ആയിരിക്കുന്നു. ഇതിനുശേഷം നമ്മൾ എല്ലാ സഭയിലും ചൊല്ലുന്ന പ്രാർത്ഥന, പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു, ഉന്നതങ്ങളിൽ ഓശാന എന്ന് പറഞ്ഞാൽ മാലാഖമാർ സ്തുതിക്കുന്ന ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നു. എന്താ എൻ്റെ ശരിക്കുള്ള അർത്ഥം? കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗത്തുമ്പോഴേക്കും അച്ഛൻ പറയുകയാണ്, ഇതാ സ്വർഗത്തിൽ നിത്യമായി നടക്കുന്ന ഒരു ആരാധനയിൽ നിങ്ങൾ പങ്കുചേരാൻ പോവാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. അപ്പം നമ്മൾ ആ ഹൃദയങ്ങൾ ഉയർത്തി സ്വർഗത്തിൽ നിത്യമായി പുത്രൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബലിയിൽ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് 2019 നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സ്വർഗീയമായ ആരാധനയാണത്. ആ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയെ നമ്മൾ ആരാണ് ഈ ബലി അർപ്പിക്കുന്നത്? യേശുവാണ് അർപ്പിക്കുന്നത്. ഈ പുരോഹിതൻ ആരാണ്? പുരോഹിതൻ യേശുവിൻ്റെ അടയാളമായിട്ട് നമുക്ക് കൂദാശയുടെ നിർവചനം എന്താണ്? അദൃശ്യമായ കൃപാവരത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് കൂദാശ എന്ന് പറഞ്ഞ പോലെ അച്ഛൻ അദൃശ്യമായ നമുക്ക് കാണാൻ പറ്റാത്ത ആ ബലിയുടെ ദൃശ്യമായ അടയാളമായിട്ട്, യേശുവിൻ്റെ അദൃശ്യമായ അടയാളമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എവർലാസ്റ്റിംഗ് ആയി നെവർ എൻഡിങ് ആയിട്ട് യേശുവിൻ്റെ ബലി നിലനിൽക്കുകയാണ്. ആ ബലിയെ നമ്മൾ പങ്കുചേരുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെല്ലാം ഹൃദയങ്ങൾ ഉയർത്തുവിൻ, നിങ്ങളെല്ലാം മേളിലോട്ട് വാ, എല്ലാവരും സ്വർഗത്തിലോട്ട് വാ. എന്നിട്ട് മാലാഖമാരോട് സ്തുതിക്കുന്നു. അതിനുശേഷമാണ് പറയുന്നത്, അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പറയുന്നു. ഇനി അതല്ല ബലിയാണ് അർപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ പള്ളികളിലൊക്കെ ആടിനെയും മാടിനെയും ഒക്കെ കൊണ്ടുവരണം. അതെ, അല്ലെ? ലേവ്യാക്രമം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആൾക്കാർ കൊടുക്കുന്നത്. പഴയ നിയമത്തിലെ ബലിയാണ് ഈ പുതിയ നിയമത്തിലെ പുരോഹിതരെന്ന് പറഞ്ഞ് ഇവർ അർപ്പിക്കുന്നതെന്ന് തെറ്റിദ്ധാരണ കൊടുക്കുമ്പോൾ, അങ്ങനെ തെറ്റിദ്ധാരണ കൊടുക്കുന്നവർ ഓർക്കുക, കാളക്കുട്ടിയെയോ ആടിനെയോ ഒന്നും ഇവിടെ അർപ്പിക്കുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തെ പഴയ ഉടമ്പടിയാണ് കർത്താവ് ഇല്ലാതാക്കിയത്, പഴയ നിയമത്തെ ഇല്ലാതാക്കിയിട്ടില്ല. മനസ്സിലായോ? ക്രിസ്ത്യാനിയുടെ ബൈബിൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമം ചേരുന്ന ബൈബിളല്ലേ ക്രിസ്ത്യാനിയുടെ ബൈബിള്. പഴയ ഉടമ്പടി കർത്താവ് മാറ്റി പുതിയ ഉടമ്പടി സ്ഥാപിച്ചു എന്ന് വെച്ച് പഴയ നിയമത്തിലെ എല്ലാം മാറ്റിക്കളഞ്ഞു എന്ന് അതിന് അർത്ഥമില്ല. എനിക്ക് പലപ്പോഴും സങ്കടം, ഞാൻ ആരെയും ദൂഷിക്കാൻ പറയുന്നല്ല. പഴയ നിയമത്തിലെ പൗരോഹിത്യം ഇല്ല, പള്ളിയില്ല, ബലിപീഠമില്ല, കുന്തിരിക്കയില്ല, യാഗമില്ല, ദശാംശം മാത്രം എങ്ങനെ ഉണ്ടായത്? അതെൻ്റെ എന്നത്തെയും സംശയമാണ്. അല്ല, പുരോഹിതനല്ല വേറെ ആർക്കും ദശാംശം മേടിക്കാൻ അധികാരമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നല്ല. ബാക്കി ഒന്നും പഴയ നിയമത്തിലേ ഇല്ല, എന്നാൽ ദശാംശം മാത്രം പഴയ നിയമത്തിലെ കറക്റ്റായിട്ടുണ്ട്. അതെനിക്ക് ഇതുവരെയും മനസ്സിലായി. പൗരോഹിത്യം ഇല്ലെങ്കിൽ ദശാംശവും ഇല്ല. ഇത് പള്ളിയിൽ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നത് ഇതാണ്, പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളെയും കർത്താവ് പുതിയ നിയമത്തിൽ നവീകരിച്ചു. ആ അർത്ഥത്തിലാണ് പഴയ നിയമത്തെ എല്ലാം നീക്കിക്കളഞ്ഞിട്ട് പുതിയൊരു സാധനം സ്ഥാപിച്ചു. അതല്ല, യേശു ക്രിസ്തു അനാദി മുതലേ, അല്ലെങ്കിൽ ദൈവം ചെയ്തതെല്ലാം ഒരു കാലഘട്ടം വരെ ചെയ്തതെല്ലാം ഇല്ലാതാക്കി എന്ന് പറയേണ്ടി. അങ്ങനെയല്ല, ദൈവം എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതല്ലേ ചെയ്യുന്നത്. പഴയ നിയമത്തിലെ പരിച്ഛേദനത്തിന് പകരം പുതിയ നിയമത്തിലെ മാമോദീസ. അതുപോലെ പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് പകരം പുതിയ നിയമത്തിലെ പരിശുദ്ധ കുർബാന. പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യത്തിന് പകരം പുതിയ നിയമത്തിലെ യേശുവിൻ്റെ പൗരോഹിത്യം. എല്ലാ കാര്യത്തെയും കർത്താവ് റിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്, നവീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൗരോഹിത്യം ഇല്ലാതായി, ദേവാലയം ഇല്ലാതായി. അതുകൊണ്ട് ഇനി ഇപ്പോൾ നിങ്ങൾ പോകുന്നത് എന്നാ പറയുന്നത്, ഇപ്പോൾ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ആരാധനയിലേക്കാണ് എന്ന് പറയുന്നത് തെറ്റാണ്. കർത്താവ് ഇതിനെല്ലാം റിന്യൂ ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ്.
പൂർത്തിയാക്കാനാണ്. അതാണ്, ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് പൂർത്തിയാവുക യേശു ഞാൻ വന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ലേവ്യ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം പറയുമ്പോഴും ആ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയായിട്ടാണോ ഇന്നത്തെ പൗരോഹിത്യത്തെ നമ്മൾ ഈ ലേവ്യ പൗരോഹിത്യത്തിന്റെ അവിടെ പറയുമ്പോൾ ലേവ്യ പൗരോഹിത്യം പറയുന്നത് ഇതൊരു നിത്യ പൗരോഹിത്യമാണ്. പറഞ്ഞേ, ആ പൗരോഹിത്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്നേക്കും ഉള്ള പൗരോഹിത്യമായിട്ടാണ്. പൗരോഹിത്യം അവസാനിക്കാൻ പറ്റില്ലല്ലോ. ആ പൗരോഹിത്യത്തെ ക്രിസ്തു നവീകരിച്ചു. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. അല്ലാതെ ആ ലേവ്യ പൗരോഹിത്യത്തെ കംപ്ലീറ്റ് ആയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും സുറിയാനി സഭയിലെ അംഗമാണെങ്കിൽ, ഈ മലങ്കര സഭകളിലെ അംഗമാണെങ്കിൽ, അവിടെ ആദ്യത്തെ കുർബാനയുടെ സമർപ്പണത്തിന് 2 ക്രമമുണ്ട്. ഒന്ന് അഹറോന്റെ ക്രമം, 2 മൽക്കീസദേക്കിന്റെ ക്രമം. ഈ 2 അഹറോന്റെ ക്രമത്തിലാണ് പുരോഹിതൻ തിരുവസ്ത്രങ്ങളെല്ലാം ധരിച്ച് പിന്നെ ബലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി ധൂപം എല്ലാം സമർപ്പിച്ച്, അതേസമയം മൽക്കീസദേക്കിന്റെ ക്രമമാണ് അപ്പവും വീഞ്ഞും എടുത്ത് ഒരുക്കി വെക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ 2 പൗരോഹിത്യവും വന്ന് യേശുക്രിസ്തുവിൽ സമ്മേളിക്കുകയാണ്. ലേവ്യ പൗരോഹിത്യം വന്ന് യേശുക്രിസ്തുവിൽ പൂർത്തിയായി. അതുപോലെ തന്നെ പഴയ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം വന്ന് യേശുക്രിസ്തുവിൽ പൂർത്തിയായി. നിങ്ങൾക്ക് ഈ അർത്ഥത്തിലാണ് ആദ്യാചാരത്വം കൈക്കൊണ്ട അത് ഒരു സഭയുടെ ആരാധന. എന്നിട്ട് അവിടെ വരുമ്പം യോഹന്നാൻ അത് ഈശോയ്ക്ക് എന്ന് പറയുന്നത് ഈ കൈമാറ്റം. അതായത് ലേവ്യ പൗരോഹിത്യത്തിന്റെ അവസാനത്തെ കണ്ണിയായ യോഹന്നാൻ യേശുവിനെ കണ്ടുമുട്ടുന്നു, യേശുവിനെ സ്നാനം കൊടുക്കുന്നു. സ്നാനം കൊടുക്കുന്നതോടുകൂടി ആ പൗരോഹിത്യത്തിന്റെ എല്ലാ എലമെന്റും കർത്താവ് ഇങ്ങനെ സ്വീകരിച്ചു, ഏറ്റെടുത്തിട്ട് കർത്താവ് എന്ത് ചെയ്തു? പുതിയത് അത് നവീകരിച്ചു. ആ പൗരോഹിത്യത്തെ നവീകരിച്ചു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ശരിക്കും കിടപ്പുണ്ട് പൗരോഹിത്യം. അതെവിടെയാണെന്നറിയാമോ? അത് നിങ്ങൾ കേട്ടാൽ മതി. യോഹന്നാൻ 13 പറയുകയാണ്, അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് അവൻ തുവാലെടുത്ത് അരയെ ചുറ്റി ഇരുന്നു ശിഷ്യന്മാരുടെ കാല് കഴുകി. മോശ അഹറോനെയും പുത്രന്മാരെയും പുരോഹിതരാക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം ചെയ്തത് അവരുടെ കാല് കഴുകി. നിങ്ങൾക്ക് വാക്യം വായിക്കണോ? വേണ്ട, അറിയാലോ, വായിച്ചിട്ടുണ്ടോ? വെരി ഗുഡ്. അപ്പോൾ കാല് കഴുകി. അത് കഴിഞ്ഞിട്ട് പത്രോസ്ലീഹ പറയുകയാണ്, അയ്യോ നീ എൻ്റെ കാല് കഴുകല്ലേ. ഉടനെ ഈശോ പറയുന്ന മറുപടി എന്താണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ലെന്നാണ് പറയുന്നത്. ഈ പങ്കിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ലേവ്യർക്ക് ദേശത്ത് ഓഹരിയൊന്നും ഉണ്ടാവുകയില്ല, കർത്താവായിരിക്കും അവരുടെ പങ്ക്. മനസ്സിലായോ? പുരോഹിതൻ്റെ പങ്ക്, അതായത് പൗരോഹിത്യത്തിൻ്റെ പങ്ക് നിന്നെ ഞാൻ കഴുകുന്നില്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിന്നെ എനിക്ക് പുരോഹിതനാക്കാൻ പറ്റില്ല. അതാണ് അവിടുത്തെ അർത്ഥം. അപ്പോൾ കർത്താവ് തന്നെ അന്ത്യത്താഴ സമയത്ത് പിന്നെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോൾ ആ ചെയ്യാനുള്ള ഡ്യൂട്ടി അത് ചെയ്യേണ്ട ആരാണ്? പുരോഹിതന്മാരാണ്. അതിനകത്ത് തന്നെ അവർ പുരോഹിതരാവുകയാണ്. ഒരു വലിയൊരു വ്യത്യാസം അതിനകത്ത് വരുന്നത്, ഒന്ന് വസ്തുമാറ്റം, അതായത് ഈ തിരുവോസ്തി തിരുശരീരമായി മാറുന്നു എന്നുള്ളത്. മറ്റേത് കേവലം ബ്രെഡും ജ്യൂസും ഓർമ്മയാണ് എന്നുള്ള 2 ചിന്തയുമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അച്ഛൻ്റെ ടേക്ക് എന്താ? അതായത് ഇപ്പോൾ ചോദിച്ചത് എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മൾ പിന്നെ അപ്പസ്തോലിക സഭകളുടെ വിശ്വാസം എങ്ങനെയാണ്? ഈ അപ്പം യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശരീരമാണ്, ഈ വീഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ രക്തമായിട്ട് കുർബാനയിൽ മാറുകയാണ്. അതായത് അതിന് കത്തോലിക്ക സഭ വിളിക്കുന്ന പേരാണ് വസ്തുമാറ്റം, അല്ലെങ്കിൽ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, വസ്തുഭേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അപ്പവും വീഞ്ഞും കാണുമ്പോൾ അതിൻ്റെ രൂപം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ രുചി എല്ലാം അപ്പമായിരിക്കെ തന്നെ അതിൻ്റെ ഉള്ള്, അതിൻ്റെ സബ്സ്റ്റൻസ്, അതിൻ്റെ യാഥാർത്ഥ്യം കർത്താവിൻ്റെ ശരീരമായിട്ട് മാറുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മളിത് വെറുതെ എന്തെങ്കിലും പഠിപ്പിക്കുകയാണോ? ചുമ്മാ സഭ ഉണ്ടാക്കിയതാണോ? ഈശോ എന്താ പറയുന്നത്? ഇത് എൻ്റെ ശരീരത്തിൻ്റെ സിംബലാണെന്നല്ല പറഞ്ഞത്. See, this is the symbol of my body എന്നല്ല പറഞ്ഞത്. This is my body. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്തല്ലാതെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു ഉപമയായിട്ട് തന്നതല്ല, പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ട് അത് മാറുന്നുണ്ട്. പിന്നെ ചരിത്രത്തിൽ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നമ്മുടെ വിശ്വസിക്കാത്ത ജനത്തിൻ്റെ കണ്ണ് തുറക്കാൻ കർത്താവ് തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പം രക്തമാണെന്ന് പറയുന്നു, അപ്പം ശരീരമാണെന്ന് പറയുന്നു. അപ്പം എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം തന്നെ പറയുന്നുണ്ട് 2-ാം ഭാഗത്ത്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വി എന്ന് പറയുന്നത്. അപ്പം അവിടെ നിന്നാണ് ഈ ഓർമ്മ വരുന്നത്. അതെ,
അപ്പം അച്ഛൻ പറയുന്ന അനുസരിച്ച്, അല്ല ബൈബിൾ പറയുന്ന അനുസരിച്ച് യേശു പറഞ്ഞത് ഇത് അപ്പം എടുത്തിട്ട് ഇത് കേവലം ഓർമ്മയാണെന്നല്ല, ഇത് ശരീരമാണെന്ന് തന്നെ. അതെ അതെ. അതായത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ ചെയ്തത് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വന്ന് അപ്പവും വീഞ്ഞും എൻ്റെ ശരീരവും രക്തവുമായിട്ട് നിങ്ങൾ കുടിക്കുമ്പോൾ ഭക്ഷിക്കുമ്പോൾ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർക്കണം. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ സ്ഥാപിക്കുന്നതാണിത്. ഓക്കെ, പക്ഷെ എടുക്കുന്നത് ശരീരമാണ്. എടുക്കുന്നത് അവൻ്റെ ഓർമ്മയല്ല, യഥാർത്ഥ ശരീരമാണ്. അതായത് നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ നിങ്ങൾക്ക് ഒരു വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം നിങ്ങളവിടെ ഓർക്കുന്നുണ്ട്. ആദം മുതൽ, പ്രത്യേകിച്ച് മലങ്കര സഭകളുടെ കുർബാനയിൽ ആദം മുതലാണ് ഓർക്കുന്നത്. ആദം മുതൽ ഈ രണ്ടാം വരവ് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഈ കുർബാനയിൽ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതായത് നിങ്ങളെ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം എന്നെ ഓർക്കാൻ വേണ്ടി, അല്ലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം ഓർക്കാൻ വേണ്ടി നിങ്ങളിത് ചെയ്യണം. ഇത് ഓർമ്മയാണെന്നല്ല പറഞ്ഞേ, ഇത് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ എന്നെ ഓർമ്മിക്കുക എത്രേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയെ ആചരിക്കുക എത്രേ ചെയ്യുന്നത്. ഇതെന്താണ്? ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരമാണ്, ഇത് യഥാർത്ഥത്തിൽ എൻ്റെ രക്തമാണ്. ഇത് ഓർമ്മയല്ല, ഇത് ശരീരം. അതെ അതെ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓർക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ക്രിസ്തു ചെയ്തതെല്ലാം ലൈവായിട്ട് മാറുകയാണ് ഇത് ചെയ്യുമ്പോൾ. ഭയങ്കര ഓപ്പൺനെസ് അതിൻ്റെ അകത്ത് കിട്ടുന്നത് വെച്ചാൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പം മാമോദീസ, കുദാശകളുടെ കവാടം എന്നറിയപ്പെടുന്ന മാമോദീസയിൽ ഒരു ശിശുവിനെ മാമോദീസ നൽകുന്നു. ജനിച്ച ദിവസങ്ങൾക്കുള്ളിൽ ശിശുവിന് മാമോദീസ നൽകുന്നു. അപ്പം മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ വിശ്വസിച്ചിട്ട് സ്നാനപ്പെടണമെന്ന് മർക്കോസ് 16:16 പറയുന്നു. മാത്രമല്ല, സ്നാനപ്പെടുന്നവർക്ക് എല്ലായിടത്തും അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ, വിശ്വസിച്ചവരുടെ കൂട്ടം, വിശ്വസിച്ചവർ ഏകഹൃദയത്തോടെ ചെയ്തു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, വിശ്വസിച്ചവർ സ്നാനമേറ്റു, ഇങ്ങനെ പ്രാധാന്യം കാണാം. അപ്പോൾ മർക്കോസ് 16:16 ഡയറക്റ്റ് പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ. അപ്പം വാക്ക് കൈക്കൊള്ളാൻ പ്രായമായവർ, ശിശു അല്ലല്ലോ. ശിശുവിന് അമ്മയെന്ന് വിളിക്കാൻ പോലും അറിയത്തില്ലാതെ ശിശു എങ്ങനെയാണ് പത്രോസ്ലിയെ പ്രസംഗിക്കുന്ന വാക്ക് കൈക്കൊള്ളുന്നത്. അപ്പോൾ വാക്ക് കൈക്കൊണ്ട പക്വത, ആ വാക്ക് കൈക്കൊള്ളുന്ന പക്വതയിൽ എത്തുന്നവരല്ലേ സ്നാനപ്പെടേണ്ടി എന്നുള്ള ഒരു വാദം. അത് എങ്ങനെയാണ് ബൈബിളിൽ നിന്ന്? അതായത് നമ്മൾ രണ്ട് രീതിയിലും സുവിശേഷങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മർക്കോസ് ഇങ്ങനെയാണ് പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കഥ പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. മർക്കോസ് ഇങ്ങനെയാണ് പറയുന്നത്. മത്തായി പറയുന്നത് എന്നാണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 28 മത്തായി സുവിശേഷകൻ പറയുന്നത്, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും, വാക്യം 19, മത്തായി 28:19, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. മത്തായിയിൽ പഠിപ്പിക്കുന്നത് പിന്നീടാണ് പറയുന്നത്, മർക്കോസിൽ പഠിപ്പിക്കുന്നത് ആദ്യമാണ് പറയുന്നത്. ഈ രണ്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. മർക്കോസിൽ പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും. മത്തായി പറയുന്നത് നിങ്ങൾ ലോകം പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, സുവിശേഷം പ്രസംഗിക്കുന്നല്ല, ശിഷ്യപ്പെടുത്തുവിൻ. എങ്ങനെയാണ് ശിഷ്യപ്പെടുത്തേണ്ടത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ, മാമോദീസ നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. കണ്ടോ? അപ്പോൾ പഠിപ്പിക്കൽ വരുന്നത് സ്നാനത്തിന് ശേഷമാണ്, മർക്കോസിൽ വരുന്നത് സ്നാനത്തിന് മുമ്പാണ്. ഈ രണ്ട് പതിവ് സഭയിലുണ്ട്. അതാണ് എൻ്റെ ഒന്നാമത്തെ ഉത്തരം. ഈ രണ്ട് പതിവ് എങ്ങനെയാ എന്ന് പറഞ്ഞാൽ, മുതിർന്നവർക്ക്, ഇപ്പോൾ ഞാൻ മുതിർന്ന അനേകം പേർക്ക് മാമോദീസ കൊടുക്കുന്നുണ്ട്. എന്താണ്? ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പുതിയതായിട്ട് ഇപ്പോൾ കൺവെൻഷനുകൾ നടത്തുമ്പോൾ, സുവിശേഷ ശുശ്രൂഷ ചെയ്യുമ്പോൾ ലിറ്ററലി സംഭവിക്കുന്ന എന്താണ്? പുതിയ ആളുകൾ മാമോദീസ സ്വീകരിക്കാൻ വരും. മാമോദീസ സ്വീകരിക്കാൻ വരുന്നവർക്ക് എന്ത് ചെയ്യും? ദേവാലയങ്ങളിൽ അവരെ കർത്താവിൻ്റെ സന്നിധിയിൽ അവരെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഒരുക്കി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മാമോദീസ കൊടുക്കും.
എന്നാൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്ക് അവർ ജനിച്ച് അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് മാമോദിസ കൊടുക്കും. എന്നിട്ട് അവരെ അതിനുശേഷം പഠിപ്പിക്കും. ഇപ്പം മർക്കോസ് സുവിശേഷം 16 സഭയിലുണ്ട്, മത്തായി സുവിശേഷം 28 മുതലുള്ളതും സഭയിൽ, രണ്ടും സഭയിലുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈ വിശ്വാസം ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിപരമായ പ്രവൃത്തിയല്ല. നിങ്ങളത് മനസ്സിലാക്കാൻ എന്താണ്? ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വിശ്വസിക്കാമോ? പറ്റൂല്ലോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? വിശ്വസിക്കാം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വിശ്വസിക്കാമോ? ബൈബിൾ പ്രകാരം വിശ്വസിക്കാമോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള തെളിവ്? 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ അവരുടെ വിശ്വാസം കണ്ട്, ഈ മനുഷ്യനൊന്നും പറഞ്ഞായിട്ട്, ഇനി വേണേൽ കൗണ്ടറായിട്ട് പറയാം, ഇയാൾ ബഹളം വെച്ചില്ലല്ലോ, ഇയാൾ കൂവിയില്ലല്ലോ എന്നൊക്കെ വേണേൽ പറയാം. അത് വെറുതെ ഒരു ആർഗ്യുമെൻ്റ് എന്നേ ഉള്ളൂ. അല്ലാതെ ഈ മനുഷ്യൻ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല, മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കണം. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇവൻ്റെ വിശ്വാസം കൊണ്ടല്ല എന്ന്. അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, സുഖപ്പെട്ടു എന്നല്ല പറഞ്ഞേ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപം ക്ഷമിക്കുന്നതിന് ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി വിശ്വസിക്കാമെന്നാണ് ഇതിൻ്റെ അർത്ഥം, അല്ലേ? അതായത് ഞാൻ വിശ്വസിച്ചാൽ, ഞാൻ ആർക്ക് വേണ്ടി വിശ്വസിക്കുന്നു ആ വ്യക്തിയുടെ പാപം കർത്താവ് ക്ഷമിക്കും, എടുത്തു മാറ്റും. എന്തുകൊണ്ടാണിത്? പാപക്ഷമ പരിപൂർണമായും ഒരു സൗജന്യ ദാനമാണ്. അതിനുവേണ്ടി ലോകത്തൊരു വ്യക്തിയും ഒന്നും ചെയ്യേണ്ടതില്ല. അതായത് ക്രിസ്തു കുരിശിൽ മരിച്ച് നമുക്ക് തന്ന പാപമോചനം ആദ്യമായൊരു വ്യക്തി സ്വീകരിക്കുന്നതിന് ആ വ്യക്തിയുടെ ഒരു യോഗ്യതയുടെ വിഷയമല്ല, ആ വ്യക്തി ഒന്നും ചെയ്യേണ്ടതില്ല. ഇപ്പം ഞാനതിന് സാധാരണ പറയുന്നൊരു ഉദാഹരണം, ഇത് നിങ്ങൾ ഇങ്ങനെ വായിച്ചെടുക്കുക. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി നമ്മളതിൽ പങ്കുപറ്റുന്നു. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. അതായത് രക്ഷ പൂർണ്ണമായും കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നിങ്ങൾക്കിത് ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലായ പോലെ തോന്നും, പക്ഷെ മനസ്സിലാക്കണം. രക്ഷ പൂർണ്ണമായും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ എളുപ്പത്തിൽ, നിങ്ങൾക്ക് നേരമുണ്ടോ? എനിക്കാണ് നേരമില്ലാത്തത്, നിങ്ങൾക്ക് നേരമുണ്ടോ? അതെ, ഇങ്ങോട്ട് നോക്കിയേ. രക്ഷ പൂർണ്ണമായും കർത്താവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, നിങ്ങൾ മടുത്തോ? ഇല്ല, മടുക്കുന്നവരല്ല വന്നിരിക്കുന്നത്. അതെ, ഇങ്ങോട്ട് നോക്കിയേ. ആദം തെറ്റ് ചെയ്തു. ആദം പഴം പറിച്ച് തിന്നു. ആദം മാനവരാശിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ സൗഭാഗ്യങ്ങളെ നഷ്ടപ്പെടുത്തി. ഇത് മുഴുവൻ തിരിച്ചു കൊടുത്തത് ആദം കഷ്ടപ്പെട്ട് തിരിച്ചു വാങ്ങിച്ചാണോ? അല്ല. ആദം നഷ്ടപ്പെടുത്തിയത് മുഴുവൻ കർത്താവ് ദൈവം തന്നെ ഇറങ്ങി വന്ന് പരിഹാരം ചെയ്ത് തിരിച്ചു കൊടുത്തു. അപ്പോൾ അതിനകത്ത് മനുഷ്യൻ്റെ പ്രവൃത്തിയൊന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആദം നഷ്ടപ്പെടുത്തിയത് രണ്ടാമത്തെ ആദമായ ക്രിസ്തു തിരിച്ചു തന്നത് പൂർണ്ണമായും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി സൗജന്യദാനമാണ്. ആ സൗജന്യദാനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആണോ? അതെ. ഇപ്പം ഞാനൊരു കുടുംബനാഥനാണെങ്കിൽ ഞാനിത് തിരിച്ചറിഞ്ഞു, ഞാനത് വിശ്വസിച്ചു. ഞാനത് വിശ്വസിക്കുമ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാ വീട്ടിലുണ്ട്. ആ കുഞ്ഞിന് ഈ രക്ഷ കൊടുക്കണമെന്നത് എൻ്റെ നിർബന്ധമാണ്. കാരണം എനിക്ക് കർത്താവ് സൗജന്യമായിട്ട് തന്ന ഈ രക്ഷ എൻ്റെ യോഗ്യത നോക്കിയാണോ തന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കട്ടെ, മത്തായി എന്ന ചുങ്കക്കാരൻ്റെ വീട്ടിലേക്ക് യേശു ചെല്ലുന്നത് മത്തായി അനുതപിച്ച് വിളിച്ച് കരഞ്ഞിട്ടാണോ, അതോ യേശു അങ്ങോട്ട് കയറി ചെന്നാണോ? യേശു അങ്ങോട്ട് കയറി ആണല്ലോ. സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് യേശു പോയത് സക്കേവൂസ് യേശുവിൻ്റെ കാലേ വീണ് എൻ്റെ വീട്ടിൽ വരണേന്ന് കരഞ്ഞപ്പോഴാണോ, യേശു അങ്ങോട്ട് പോയതാണോ? യേശു അങ്ങോട്ട് പോയതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പാപിയെ അങ്ങോട്ട് ചെന്ന് നീതീകരിക്കുന്നവനാണ് കർത്താവ്. ഫ്രീ ആയിട്ട് നീതീകരിക്കുകയാണ്. അതിന് അവൻ പ്രത്യേകിച്ചൊന്നും. പാപിയെ അങ്ങോട്ട് ചെന്ന് നീതീകരിക്കുന്നവനാണ് കർത്താവ്. ആ രക്ഷ എനിക്ക് കിട്ടി. ഞാനൊരു അപ്പനാണ്, എനിക്കൊരു കുഞ്ഞുണ്ടായി. എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്, എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിന് അത് കിട്ടണം, നിർബന്ധമാണ്. ഇപ്പം ഞാനത് സാധാരണ പറയുന്ന ഉദാഹരണം ഇങ്ങനെയാണ്. ഒരു പാത്രം ചോക്ലേറ്റ് എടുത്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ച് കാണിക്കും. എടുത്ത് വെച്ചിട്ട് ഞാൻ പറയും, ഈ ചോക്ലേറ്റ് ഞാൻ ഒത്തിരി സഹിച്ച് കഷ്ടപ്പെട്ട് മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് ഫ്രീ ആണ്.
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. പിന്നെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഇതെടുക്കുന്നു. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഇത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് നിങ്ങളെ മാത്രം കരുതി ദിവസങ്ങളും മാസങ്ങളും ചിലവഴിച്ചുണ്ടാക്കിയ ചോക്ലേറ്റാണ് മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നാണ്, നിങ്ങളെ കരുതി മാത്രം കൊണ്ടുവന്നാണ്, ഇതാ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇതെടുക്കും. പിന്നെ 2 പേര് വരും, പിന്നെ 3 പേര് വരും, പിന്നെ എല്ലാവരും കൂടെ ഓടി വന്ന് ഇതിനെ പിടിച്ചു പറയാവും. ഇതെല്ലാവരും എടുത്തുകൊണ്ട് പോവാണ്. ആ സമയത്ത് ഒരമ്മ വരും. അമ്മയുടെ ഒക്കത്തൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ഇത് എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വിലപ്പെട്ട ചോക്ലേറ്റാണിത്. അപ്പം അമ്മ ആ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ഈ ചോക്ലേറ്റ് പിടിപ്പിച്ച് അതിങ്ങനെ എടുക്കും. അതിൻ്റെ പേരാണ് ശിശു മാമോദീസ. മനസ്സിലായില്ലേ? അതായത് ഇത്ര വലിയ ഒരു രക്ഷ സൗജന്യമായിട്ട് ദൈവം തന്നിരിക്കുന്നു എന്നറിയുമ്പോൾ അതെൻ്റെ കുഞ്ഞിന് കൊടുക്കണമെന്ന് എൻ്റെ നിർബന്ധമാണ്. അത് ഞാൻ കൊടുക്കുന്നു. ഇനി അടുത്ത ചോദ്യം വരുന്നു, അപ്പോൾ ഇവർ വിശ്വസിക്കണ്ടേ? ഏതെങ്കിലും ഒരു കുളത്തിലോ ഏതെങ്കിലും ഒരു സ്നാനസ്ഥലത്തോ ഒരു ബന്ധക്കൊസ്ത സഹോദരൻ സ്നാനപ്പെടുമ്പോൾ ഒറ്റത്തവണയേ അവൻ വിശ്വാസം പറയുന്നുള്ളൂ. എന്നാൽ ഒരു കുഞ്ഞ് മാമോദീസ സ്വീകരിച്ചിട്ട് മരിക്കുന്നത് വരെ എല്ലാ പ്രാർത്ഥനയിലും എല്ലാ കുർബാനയിലും 10,000 തവണ അവൻ ഈ വിശ്വാസം ഏറ്റുപറയും. മനസ്സിലായില്ലേ? ഈശോ പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരട്ടെ, അവരെ തടയരുത്. നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആർഗ്യുമെൻറ്റ്, ശിശുക്കൾ എൻ്റെ അടുത്ത് വരട്ടെ, അവരെ തടയരുത്. അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം ആണല്ലോ. അപ്പോൾ കർത്താവ് പറയുമോ പ്രായപൂർത്തിയാവട്ടെ അതുവരെ ദൈവരാജ്യം അവർക്ക് ഞാൻ തടഞ്ഞിരിക്കുന്നു എന്ന് കർത്താവ് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എടാ, അവരെ പോലെ ഉള്ളവരുടേതാണ് ദൈവരാജ്യം. അത് ചുമ്മാ ഉപമയായിട്ട് പറഞ്ഞല്ല. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞപ്പോൾ പറയുകയാണ് അവരെ തടയരുത്, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അന്നേ ശിശുക്കളെ തടയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അല്ല, അത് ഇവരായിരിക്കും അന്നത്തെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അത് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് എനിക്ക് അങ്ങനെ ഒരു കലക്കം വരേണ്ട കാര്യമില്ല ഇതിനകത്ത്. സത്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ടാണ് നമ്മൾ ഇത് കർത്താവ് ചെയ്തതിനെക്കുറിച്ച് നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം വരുന്ന ഇവിടെ. ആ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇൻഡിവിജ്വൽ ഫെയ്ത്തിൽ ഒരാൾ രക്ഷപ്പെടുന്നു എന്ന ചിന്തയിലുപരി ദൈവം മനുഷ്യരെ രക്ഷിച്ചിരിക്കുന്നു. ആ രക്ഷയിൽ ഇനിയുള്ള വളർച്ചയാണ് വ്യക്തികൾക്ക് വേണ്ടിയെന്നുള്ളത്. അത് കർത്താവ് ഓൾറെഡി നമ്മളെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവം പൂർത്തിയാക്കി കഴിഞ്ഞു. കൂദാശകൾ പോലും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്നറിയാം. കൂദാശകൾ ഈ കർത്താവ് കാൽവരി കുരിശിൽ വിളമ്പി വെച്ചത്, തയ്യാറാക്കി വെച്ചത്, അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് ശിഷ്യന്മാരുടെ കൊടുത്തിട്ട് പറഞ്ഞില്ലേ, വിളമ്പാൻ പറഞ്ഞില്ലേ, അങ്ങനെ സഭ വിളമ്പുന്നതാണ് കൂദാശകൾ. മനസ്സിലായില്ലേ? കർത്താവ് കുരിശിൽ നേടിത്തന്ന സഭ എന്തെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കുകയാണോ? ഒരച്ഛൻ രാവിലെ എഴുന്നേറ്റ് 3 മണി മുതൽ കൈവിരിച്ച് മെറ്റിലിൽ നിന്ന് മുട്ടുകുത്തി അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഇന്നത്തെ ബലിപീഠത്തിൽ ഈ വെച്ചിരിക്കുന്ന അപ്പം വിശുദ്ധ കുർബാനയാവുമെങ്കിൽ അത് ശരിയായിരുന്നേനെ. അച്ഛൻ, നിങ്ങൾ സഭ പഠിപ്പിക്കുന്നതെന്നറിയാമോ? അച്ഛൻ കൂട്ടിയ, തെറ്റിദ്ധരിക്കല്ലേ, അച്ഛൻ കൂട്ടി ഒരാളെ കൊന്നിട്ട് വന്നാണ് ഈ ബലി അർപ്പിക്കുന്നതെങ്കിലും ആ കുർബാന, ആ അപ്പം യേശുവിൻ്റെ ശരീരമായി മാറിയിരിക്കും. അത് യേശുവിൻ്റെ പ്രവൃത്തിയാണ്. അത് അച്ഛൻ്റെ പ്രവൃത്തിയല്ല, യേശുവിൻ്റെ പ്രവൃത്തിയാണ്. ഇയാളത് എടുത്തു കൊടുക്കാനുള്ള ആൾ മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നില്ലേ? ഇനി നിങ്ങൾ അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ആ അച്ഛൻ ഒരു പാപിയാണെന്ന് എനിക്കറിയാം. ഓക്കെ, ആ അച്ഛൻ്റെ അടുത്ത് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആ അച്ഛൻ എന്ത് കൊടിയ പാപിയാണെങ്കിലും അച്ഛൻ്റെ വിശുദ്ധിയിൽ നിന്നല്ല നിനക്ക് പാപമോചനം തരുന്നത്, യേശുവിൻ്റെ വിശുദ്ധിയിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അച്ഛൻ്റെ വിശുദ്ധിയിൽ നിന്നല്ല നിനക്ക് പാപമോചനം തരുന്നത്, യേശു നേടിത്തന്ന വിശുദ്ധിയാണ്. അച്ഛൻ ഇതാരാണ്? റേഷൻ കടയിൽ അരി എടുത്ത് കൊടുക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അത് അച്ഛന്മാർക്ക് അവന് ബോധ്യം ഉണ്ടാവണം. കാരണം എന്താണ്, ഇത് ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എടുത്ത് വിളമ്പി കൊടുക്കുകയല്ല, മറിച്ച് അപ്പം ഞങ്ങൾ അച്ഛന്മാർക്ക് ആ ബോധ്യമുണ്ട്. ഇത് എൻ്റെ കർത്താവ്, ഞാൻ എന്നോട് തന്നെ 1000 തവണ പറയുന്നത് അതാണ്. അതായത് നിന്നെ ഞാൻ പള്ളിയിൽ കയറ്റില്ല, നീ വരണ്ട എന്ന് പറയാൻ എനിക്ക് റൈറ്റ് ഇല്ല. കാരണം ഇതെൻ്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അല്ല. ഞാൻ നിങ്ങൾ മടുക്കാതിരിക്കാൻ വേണ്ടി ഒരു കഥ പറയാം. ഓക്കെ, ഒരു പള്ളിയിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ്. പള്ളി കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കര വഴക്ക്. അപ്പോൾ ആ വഴക്കിൻ്റെ സമയത്ത് ഈ കാർന്നൂര് കയറി അച്ഛൻ്റെ അടുത്ത് ചൂടായി. അപ്പം അച്ഛൻ
ഈ കാർന്നൂറുടെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ അച്ഛൻ വരുന്നേ. അച്ഛൻ അതിനേക്കാളും ചൂടായിട്ട് അച്ഛൻ പറഞ്ഞു ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അപ്പോൾ കാർന്നൂര് എന്നാ പോവാം. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരണം. പടിക്കെട്ടിറങ്ങി വിഷമിച്ചാണ് വരുന്നത്. ഇറങ്ങി താഴെ വന്ന് ഏറ്റവും അവസാനത്തെ പടിയിലെത്തിയപ്പോഴാണ് വല്യപ്പൻ ചിന്തിക്കുന്നത്, എൻ്റെ വല്യപ്പനെ അടക്കിയത് ഈ പള്ളിയിലാണ്. എൻ്റെ വല്യപ്പനെ എല്ലാം ചേർന്നാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. എൻ്റെ വല്യപ്പനെ അടക്കിയത് ഈ പള്ളിയിലാണ്. എൻ്റെ അപ്പനെ അടക്കിയത് ഈ പള്ളിയിലാണ്. എന്നെ അടക്കേണ്ടത് ഈ പള്ളിയിലാണ്. എൻ്റെ മക്കളെ മാമോദിസ മുക്കി ഈ പള്ളിയിലാണ്. അവർക്ക് ആദ്യ കുർബാന കൊടുത്ത് ഈ പള്ളിയിലാണ്. എൻ്റെ മക്കൾ മരിക്കുമ്പോൾ അവരെ അടക്കേണ്ടത് ഈ പള്ളിയിലാണ്. അവരുടെ കല്യാണം നടന്ന് ഈ പള്ളിയിലാണ്. അച്ഛൻ വന്നിട്ടും 3 കൊല്ലമേ ആയുള്ളൂ. അച്ഛൻ 2 ദിവസം കഴിഞ്ഞ് പോവുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാനല്ലല്ലോ ഇവിടുന്ന് പോകേണ്ടത്, അച്ഛനല്ലേ പോകേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഈ പടി മുഴുവൻ തിരിച്ചു കയറിയിട്ട് മേളിൽ ചെന്നിട്ട് അപ്പം അച്ഛൻ ചോദിച്ചു പോയില്ലെന്ന് ചോദിച്ചു. പോയില്ലെന്ന് പറഞ്ഞു. എന്താ പോകാത്തെ? ഞാൻ അല്ലല്ലോ പോകേണ്ടത്, അച്ഛനല്ലേ 4 ദിവസം കഴിഞ്ഞ് പോകേണ്ടത്. അപ്പം അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ കയറിയിരിക്കാൻ പറഞ്ഞു. അതായത് ഇതെല്ലാം എടുത്തു കൊടുക്കാനുള്ളവരാണ്. ഇത് മുഴുവൻ കർത്താവ് സകലർക്കും വേണ്ടി നേടിത്തന്ന രക്ഷ എടുത്തു കൊടുക്കുന്ന ആളാണ് സഭ. സഭ എങ്ങനെയാണ് സഭയെ കാണുന്നത്? സഭ അങ്ങനെയാണ് സഭയെ കാണുന്നത്, ദൈവിക രഹസ്യങ്ങളുടെ കാര്യവിചാരകരായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം വിശുദ്ധ കുർബാന, അത് നിങ്ങളുടെ റൈറ്റാണ്. ഞാൻ ആളുകളോട് പറയും, നിങ്ങളെ അച്ഛൻ കുമ്പസാരിപ്പിച്ചില്ലെങ്കിൽ അച്ഛനോട് നന്നായിട്ട് ചെന്ന് ദേഷ്യപ്പെട്ടിട്ട് മര്യാദയ്ക്ക് കുമ്പസാരിപ്പിക്കാൻ പറയണം. കാരണം അത് നിങ്ങളുടെ അവകാശമാണ്. അച്ഛാ ഞങ്ങൾക്ക് കുർബാന വേണം, ഞങ്ങളുടെ അവകാശമാണത്. കാരണം എന്താണ്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നേടിത്തന്ന രക്ഷ എനിക്ക് വിളമ്പിത്താ, അതിൻ്റെ രക്ഷയുടെ സൽഫലങ്ങളെല്ലാം എനിക്ക് താ. അതാണ് സഭ. അപ്പോൾ കണ്ടോ, സഭയുടെ ഡയമെൻഷൻ മുഴുവൻ മാറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിശ്വാസത്തിൽ ഒരുത്തൻ ബലഹീനനാണ്. അപ്പോൾ അവന് വേണ്ടി ആര് പ്രാർത്ഥിക്കും? നമ്മളിപ്പോൾ, അതായത് ഒരു കാലത്ത് കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ പള്ളിയിൽ ആളുകൾ വരാത്തതിനെ കുറിച്ച് ആളുകളെല്ലാം വഴക്ക് പറയായിരുന്നു. ഞങ്ങൾ സാധാരണഗതിയിൽ ഈ പള്ളി വരാത്തവരെ പറയുന്ന മുഴുവൻ വഴക്കും കേൾക്കുന്ന ആരാണ്? പള്ളി വരുന്നവരാണ്. അത് ഭയങ്കര തമാശയാണത്. അതായത് ഈ വരാത്തവനെ വിളിക്കുന്ന മുഴുവൻ തെറിയും കേൾക്കുന്ന ആരാണ്? വെളുപ്പിനെ വന്നവനാണ്. അപ്പം അങ്ങനെ ഈ ആ പള്ളിയിൽ പെരുന്നാളിന് ആൾ വരുന്നില്ല, വചന പ്രഘോഷത്തിന് ആൾ വരുന്നില്ല, കുർബാനയ്ക്ക് ആൾ വരുന്നില്ല, ഇങ്ങനെ പറഞ്ഞ കാലത്ത് ഒരിക്കൽ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നാണ്, ഇങ്ങനല്ല നീ പറയേണ്ടത്. പിന്നെ എങ്ങനെ പറയേണ്ടത്? നീ പറയേണ്ടത് എങ്ങനെയെന്നറിയാമോ? അതായത് നീ ഒരു ധ്യാനം വെച്ചു, ആ ധ്യാനത്തിന് നീ പറഞ്ഞ പോലെ ആൾ വന്നില്ല, 50 കുടുംബം വന്നില്ല. ഓക്കെ, സാധാരണഗതിയിൽ ഒരു പഴയ അച്ഛനാണെങ്കിൽ പറയാൻ എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയാത്തൊരച്ഛനാണെങ്കിൽ പറയാൻ സാധ്യതയുള്ള എന്താണ്? ഞാനിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ധ്യാനം ക്രമീകരിച്ചു, സജിത്ത് ബ്രദറിനെ വിളിച്ചു, നിങ്ങളാരും വന്നില്ല, നീയൊക്കെ മക്കൾ പഴിച്ചു പോകുമ്പം പഠിച്ചോളും. അല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല, ഞാൻ എക്സ്ട്രീം പറഞ്ഞാണ്, അങ്ങേറ്റം പറഞ്ഞാണ്. അതായത് നീയൊക്കെ അനുഭവിക്കുമ്പം പഠിച്ചോളൂ. ഇത്രയും നല്ലൊരു സൗകര്യം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് നിനക്കൊന്നും വരാൻ സമയമില്ല, നീയൊക്കെ അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ. കർത്താവിനെ തിരുത്തി എങ്ങനെയെന്നറിയാമോ? അതായത് നീ അങ്ങനെയല്ല പറയേണ്ടത്. നീ പറയേണ്ടത് എങ്ങനെയെന്നറിയാമോ? മക്കളെ, ഇവിടെ ഒരു ധ്യാനം വെച്ചിട്ട് 50 കുടുംബത്തിന് വരാൻ പറ്റിയില്ല, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഈ ധ്യാനത്തിൽ 5 ദിവസവും കിട്ടിയ കൃപ നിങ്ങളുടെ വീട്ടിൽ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതാണ് സഭ. വരാത്തവനെല്ലാം വിധിക്കാനുള്ള ആളല്ല സഭ, വരാത്തവന് വേണ്ടി സഹിക്കാനുള്ളതാണ് സഭ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് അതിനെ. അപ്പം അതുകൊണ്ട് ഇതാണ് കർത്താവ് നമ്മളെ ദൈവിക രഹസ്യങ്ങളുടെ. ഓക്കെ, നമ്മുടെ വിഷയമെല്ലാം മാറിപ്പോയി. എന്ത് പറഞ്ഞപ്പോഴേ ഇൻഡിവിജ്വൽ ഫെയ്ത്ത് അല്ല, ഒരു കുടുംബമാണിത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹെബ്രായർ 12:24 മുതലുള്ള വാക്യങ്ങൾ പറയുന്നില്ലേ? അതായത് നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്ക് അസംഖ്യ ദൂതന്മാരുടെ സമൂഹത്തിലേക്കും നീതീകരിക്കപ്പെട്ട പരിപൂർണരാക്കപ്പെട്ട ആത്മാക്കളുടെ അടുത്തേക്കും. ഞാനും എൻ്റെ കർത്താവും, സ്തോത്രം, അതല്ല സഭ. മറിച്ച് ഞാനും എൻ്റെ കർത്താവും എൻ്റെ കർത്താവിൻ്റെ അമ്മയും അവൻ്റെ സഹോദരന്മാരും ശിഷ്യന്മാരും വിശുദ്ധരും മാലാഖമാരും ശുദ്ധീകരണ സ്ഥലത്തുള്ളവരും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും പള്ളി വരാത്തവരും എല്ലാം ചേർന്ന യേശുവിൻ്റെ ശരീരത്തിൻ്റെ പേരാണ് സഭ. നമ്മൾ വന്നിരിക്കുന്നത് യേശുവും ഞാനും തമ്മിലുള്ള ഒരൊറ്റപ്പെട്ട ബന്ധത്തിലേക്കല്ല, ഒരു കുടുംബത്തിലേക്കാണ്. ഈ കുടുംബത്തിൽ ഒരുത്തൻ ആരോഗ്യമില്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവനെ ആരോഗ്യം. ഇതാണ് സഭ. കണ്ടോ? അപ്പം അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അവൻ പള്ളി വരുന്നില്ല, അവനെല്ലാം നരകത്തി, അവനെല്ലാം നരകത്തി. ഇങ്ങനൊരു സാധനം നമ്മുടെ തലയിൽ വരും. നമ്മൾ പരിചയരായിട്ട് മാറും.
നിങ്ങൾ സുവിശേഷം അറിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാവുന്നത് 2 കാര്യങ്ങളാണ്. ഞാൻ രാവിലെ പറയായിരുന്നു. 1, നിങ്ങളുടെ പേടി മാറും, സുവിശേഷം ശരിക്കും അറിഞ്ഞാൽ. 2, നിങ്ങൾക്ക് അഗാധമായ കരുണയുണ്ടാവും സുവിശേഷം അറിഞ്ഞാൽ. സുവിശേഷം അറിയാത്തവർ ഭയങ്കര പേടിക്കുന്നവരും പേടിപ്പിക്കുന്നവരും ആയിരിക്കും. 1. 2, അവർ വലിയ കട്ട പരിസയരായിരിക്കും. എല്ലാവരെയും ജഡ്ജ്മെൻറ്റ്. അവർ ശരിയല്ല, അവർ ശരിയല്ല, അവർ ശരിയല്ല, അവർ ശരിയല്ല, ഇവർ ശരിയല്ല. 1 കൊരിന്തോസ് 7:14 ഇത് തന്നെയാണല്ലോ അച്ഛാ പറയാം. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുന്നു, ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരാകും. ആണോ? കണ്ടോ? അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യ മൂലം വിശുദ്ധീകരിക്കപ്പെടുന്നു. കണ്ടോ? അതുകൊണ്ട് വിട്ടുകൊടുക്കരുത്. മക്കള് വിശ്വാസികളായ അല്ലേ, അതായത് അവിശ്വാസിയായ ഭർത്താവിലും വിശ്വാസിനിയായ ഭാര്യയിലും ഉണ്ടായ മക്കള് ഈ അമ്മയുടെ വിശ്വാസം കൊണ്ട് വിശുദ്ധരാണ്. അപ്പം മക്കള് വിശുദ്ധരാകുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതെ. അപ്പം അതുകൊണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആളുകൾക്ക് വ്യക്തമാണെന്നാണ് എൻ്റെ ധാരണ. ഈ ഇൻഡിവിജ്വൽ ഫെയ്ത്തിൻ്റെ അത് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിയിൽ ഒന്ന്, കാരണം ഈ ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള നീ വിശ്വസിച്ചില്ല നിനക്ക് സൗഖ്യം കിട്ടിയില്ല, ഞാൻ വിശ്വസിച്ചു എനിക്ക് സൗഖ്യം കിട്ടി, എല്ലാം ഈ വിശ്വാസം സോളാ ഫെയ്ഡിയ എന്ന് പറയുന്ന ഒരു ഈ പരിച്ഛേദനവും മാമോദിസയും തമ്മിലുള്ള ബന്ധം എടുത്തിട്ടുണ്ടോ? ഒരു നമ്മുടെ കൊളോസ്യൻസിലെ 2 അതൊന്ന് അച്ഛൻ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് പഴയ നിയമത്തിലെ പരിച്ഛേദനയും പുതിയ നിയമത്തിലെ മാമോദീസയും തമ്മിലുള്ള ബന്ധം. കൊളോസ്യോസ് 2:14. കൊളോസ്യോസ് 2:11 മുതൽ ഞാൻ വായിക്കാം, 10 മുതൽ വായിക്കാം. കൊളോസ്യോസ് 2:10 മുതൽ എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ഇത് കേട്ടാൽ മതി നിങ്ങൾ. അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. പുതിയ നിയമവിശ്വാസികളോട് പറയാണ് നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ പരിച്ഛേദനം സ്വീകരിച്ചിട്ടില്ല, പക്ഷെ പൗലോസ്ലീഹ പറയാണ് നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിൻ്റെ അധമവാസങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. അതായത് പഴയ നിയമത്തിലെ പരിച്ഛേദനം അല്ല, ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. എന്നിട്ട് 12ാമത്തെ വാക്യം പറയാണ് ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ആ പരിച്ഛേദനം പൗലോസ്ലീഹ പറയാണ് അതാണെന്ത്? ജ്ഞാനസ്നാനം. അപ്പോൾ ഈ ബന്ധം നിങ്ങൾ പരിശോധിച്ചാൽ ഇത് വളരെ എളുപ്പമാണ് ഇത് മനസ്സിലാക്കാൻ. ഈ സഭയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്? ജ്ഞാനസ്നാനവും പരിച്ഛേദനവും തമ്മിൽ പൗലോസ്ലീഹ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പരിച്ഛേദനം അബ്രഹാം വിശ്വസിച്ചു പരിച്ഛേദനത്തിൻ്റെ ആരംഭത്തിൽ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വിശദമായിട്ട് ബാക്കിയെടുത്ത് പറഞ്ഞാൽ നേരമില്ലാത്ത ഞാൻ ഓടിച്ചു പോവാണ്. അതായത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് അവൻ പരിച്ഛേദനം സ്വീകരിച്ചു. അപ്പോൾ അവൻ പരിച്ഛേദനം സ്വീകരിക്കുമ്പോൾ അബ്രഹാം മാത്രമാണ് യേശുക്രിസ്തു ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതായി നമ്മൾ കാണുന്നത്. സാറ വന്നേറ്റ് പറയുന്നിട്ട് കാണുന്നുണ്ടോ? ഇല്ല. ഇസഹാക്ക് വന്നേറ്റ് പറയുന്നിട്ട് കാണുന്നില്ല. ഇനി മാത്രമല്ല അവിടെ പറയുന്നത് നിന്റെ വീട്ടിലുള്ളവരും പരദേശികളും നിന്റെ കുടുംബത്തിലുള്ള വേലക്കാർ എല്ലാം പരിച്ഛേദന സ്വീകരിക്കണം. അവരാരെങ്കിലും ഈ ദൈവത്തിൽ വന്ന് വിശ്വാസം ഏറ്റു പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവരെല്ലാം പരിച്ഛേദനം സ്വീകരിച്ചത് ആരുടെ വിശ്വാസത്തിന്റെ ബലത്തിലാണ്? അബ്രഹാമിന്റെ വിശ്വാസം. കുടുംബനാഥൻ വിശ്വസിച്ചു, കുടുംബാംഗങ്ങളും വേലക്കാരും എല്ലാം പരിച്ഛേദന സ്വീകരിച്ചു. മനസ്സിലായോ? അപ്പോൾ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സഭ, ആ സഭയിൽ അനേകം ആളുകൾ യേശുക്രിസ്തു വഴി വന്ന ഈ രക്ഷയിൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസത്തിൽ ജീവിക്കുന്നു. അവരുടെ വിശ്വാസം ഈ തിരിച്ചറിവില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കൂടി ആ രക്ഷ കൊടുക്കുന്നതിനായി അവർ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഈ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതൊരു സ്നേഹത്തിൽ നിന്ന് ഇത് മനസ്സിലാവും. ഞാനും എൻ്റെ വിശ്വാസവും എൻ്റെ രക്ഷയും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഇതൊരിക്കലും മനസ്സിലാവില്ല. അതായത് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ഒരു ഹൃദയം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് സഭ എന്താന്ന് മനസ്സിലാവും. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സഭ മനസ്സിലാവില്ല. ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഒരിക്കലും ഒരു ആകാശക്കപ്പൽ വന്ന് കൊണ്ടുപോകാനിരിക്കുന്ന കുറച്ച് ആളുകളെന്ന് വിചാരിക്കുന്ന ആർക്കും ഇതൊരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, മനസ്സിലാവില്ലത്. മറിച്ച് ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനും ദൈവത്തെ അറിയാത്തവനും കഞ്ചാവിൻ്റെ ലഹരി കിടക്കുന്നവനും എല്ലാവരെയും രക്ഷിക്കാനാണ് എൻ്റെ കർത്താവ് വന്നത്. എൻ്റെ ജോലിയാണ് അവരെ ഈ രക്ഷയിലേക്ക് ആനയിക്കുക. എൻ്റെ ജോലിയാണ്. അതായത് എനിക്ക്, അതായത് നിങ്ങൾ സഭയുടെ ഹൃദയം എന്താണെന്നറിയാം. ഞങ്ങൾ രാവിലെ സംസാരിക്കുമ്പോൾ പറയായിരുന്നു, കാറ്റക്കിസം നമ്പർ 1037 നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. 1037
എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി സഭ അനുദിനം തൻ്റെ നാഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതാണ് സഭയുടെ ഹൃദയം. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് ഞങ്ങൾ കുറച്ച് പേര് വിശ്വസിച്ചു, ഞങ്ങൾ മാത്രം ഇതാ രക്ഷപ്പെടാൻ പോകുന്നു, ബാക്കി എല്ലാവരെയും പീഡിപ്പിക്കാനായിട്ട് കർത്താവ് പതുക്കെ മറനീക്കി വരാൻ പോകുന്നുണ്ട്. അതല്ല, മറിച്ച് നമ്മുടെ ജോലിയാണ് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും വേണ്ടി നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യും ഒക്കെ ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ആരെങ്കിലും വിശ്വാസത്തിലല്ലെങ്കിൽ നിങ്ങൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കില്ലേ? കർത്താവിന് വിളിച്ചപേക്ഷിക്കില്ലേ? ദൈവമേ ഒരു കൃപ കൊടുക്കണേ പ്രാർത്ഥിക്കില്ലേ? ഇതെല്ലാം ഒരു സ്നേഹത്തിനാണ് നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവരെല്ലാം നശിച്ചു, നിങ്ങളെല്ലാം നമ്മുടെ കുടുംബത്തിൽ വന്നില്ല, നിങ്ങളെല്ലാം നശിക്കാൻ നരകത്തിലുള്ളവരാണ്. സ്നേഹമുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ കൊലോസ്യർ 2:14 പറയുന്ന പരിച്ഛേദനയെ സ്നാനമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ കുഞ്ഞിനെ ദൈവം അംഗീകരിച്ചു അല്ലേ? അതായത് യഹൂദ മതത്തിൽ പരിച്ഛേദിതരായ എല്ലാ ആളുകളും പരിച്ഛേദന സ്വീകരിക്കുന്ന 8ാമത്തെ ദിവസമാണ്, കുഞ്ഞായിരിക്കുന്ന സമയത്താണ്. ആ പരിച്ഛേദനത്തോടു കൂടി അവൻ യഹൂദനായിട്ട് മാറി. വലുതാകുമ്പോൾ പിന്നെ ഒന്നുകൂടെ പരിച്ഛേദന കഴിക്കുന്നില്ല. ഇല്ല, 8 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ദൈവം അംഗീകരിച്ചു. അതായത് വിശ്വാസത്തിൻ്റെ ഒരു കുടുംബത്തിലേക്ക് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് സത്യത്തിൽ പിറന്നു വീഴുന്നത് എങ്ങോട്ടാണ്? വിശ്വാസത്തിലേക്കാണ്, ഉടമ്പടിക്കകത്തേക്കാണ്. ഈ കുടുംബത്തിനകത്തേക്കാണ് പിറന്നു വീഴുന്നത്. ആ കുടുംബത്തിനകത്തേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞ് കർത്താവിലുള്ള വിശ്വാസം അവൻ്റെ മാതാപിതാക്കന്മാരും കുടുംബവും വഴി ഓൾറെഡി ഏറ്റുപറഞ്ഞ് കഴിഞ്ഞു. ഇനി ഈ കുട്ടികളെല്ലാം തന്നെ വളർന്നു വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയല്ലോ. ഒരു ചെറിയ ശതമാനം എക്സെപ്ഷൻസ് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ എന്താ ചെയ്യുന്നത്? അവർ ഇപ്പം ഞാൻ കുഞ്ഞുനാളിൽ മാമോദിസ സ്വീകരിച്ച ഒരാളാണ്. തിരിച്ചറിവില്ലാത്ത കാലത്ത് എനിക്ക് വിശ്വാസത്തിനൊരു നഷ്ടവും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മദർ തെരേസ, അൽഫോൻസാമ, ഇവരൊക്കെ കുഞ്ഞുനാളിൽ മാമോദിസ സ്വീകരിച്ചവരാണ്. അവരൊക്കെ മോശക്കാരായിട്ട് മാറിയില്ലല്ലോ. ഇപ്പോൾ ഈ അച്ഛൻ്റെ ഈ മെസ്സേജ് എപ്പോഴും കേൾക്കുമ്പോൾ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തി, ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസിൻ്റെ ഒരു വലിയൊരു എൻലൈറ്റ്മെൻറ്റ്. അത് ഇപ്പം മുമ്പ് കുദാശയുടെ കാര്യം പറഞ്ഞപ്പോഴും അദൃശ്യ ദൈവത്തിൻ്റെ വരദാനത്തിൻ്റെ ദൃശ്യ പ്രതീകമെന്ന് പറയുന്ന ആ ഒരു അതുകൂടെ ഒന്ന് വിശദീകരിച്ചാലേ ഞങ്ങൾക്ക്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷ പൂർണ്ണമായും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പൂർണ്ണമായും രക്ഷ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. രക്ഷ കൃപയാലാണ് നടക്കുന്നത്. കൃപയാലാണ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഗ്രേസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. കൃപയെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് യേശുക്രിസ്തു വഴി ദൈവം, അതാണ് അവിടുന്ന് എന്താണ് പറഞ്ഞത്? ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുടിച്ചിട്ട് പറഞ്ഞു എല്ലാം. അതിനെക്കുറിച്ച് പറയുന്നത് അതൊരു രാജാവിൻ്റെ വിജയഭേരിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വിജയഭേരിയാണ്, ഒരു രാജാവിൻ്റെ അട്ടഹാസമാണത് യുദ്ധത്തിൽ ജയിച്ചു കഴിയുമ്പോൾ. അങ്ങനെയാണ് പറയുന്നത്, അതിനെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അപ്രകാരം കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം പൂർത്തീകരിച്ച് അത് തിരുസഭയിലൂടെ നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ജോലി എന്താണ്? നമ്മൾ സുവിശേഷം വഴി ഇത് തിരിച്ചറിയുന്നു. എന്ത് തിരിച്ചറിയുന്നു? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. സുവിശേഷ പ്രഘോഷണം വഴി നമ്മളത് തിരിച്ചറിഞ്ഞ് നമ്മൾ അത് സ്വീകരിക്കുന്നു. നമുക്ക് തിരിച്ചറിവില്ലെങ്കിൽ നമുക്ക് വേണ്ടി മാതാപിതാക്കൾ നമ്മളെ എടുത്തുകൊണ്ട് പോയി അത് സ്വീകരിപ്പിക്കുന്നു. ഇനി ഈ കൃപ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീടുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്താണ്? ഈ കൃപയോടുള്ള സഹകരണമാണ്. മനസ്സിലായോ? അതായത് ഈ എനിക്ക് കിട്ടിയ ആ ദൈവകൃപയോട് ഞാൻ എന്ത് ചെയ്യുന്നു? കൂടുതൽ അറിഞ്ഞ് അതിനോട് സഹകരിക്കുന്നു. അവിടെയും നമ്മുടെ പ്രവൃത്തി നമ്മളല്ല ചെയ്യുന്നത്. ആരാണ് ചെയ്യുന്നത്? കൃപയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. എന്നിൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാവരെയും കൂടുതൽ ഞാൻ അധ്വാനിച്ചു, എങ്കിലും ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ്. അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മളിനി കർത്താവെല്ലാം ചെയ്തു ഞാൻ കൈയും കെട്ടിയിരിക്കാം എന്നുള്ളതല്ല. ഇതിനകത്തുള്ള വലിയൊരു തെറ്റിദ്ധാരണ എന്തെന്നറിയാമോ? അനേക ആളുകൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ കുറ്റപ്പെടുത്തുന്നത്, എന്നാൽ പിന്നെ ഇനി കുറച്ച് പാവമൊക്കെ ചെയ്യാമല്ലോ, എന്ത് വേണം ചെയ്താലും കുഴപ്പമില്ല, കള്ളു കുടിച്ചാൽ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ കേട്ടെ, യഥാർത്ഥത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ, യഥാർത്ഥത്തിൽ, അതുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറയുന്നത്, ഈ ഹൃദയം കൊണ്ട് ഒരു വ്യക്തി യേശുവിനെ വിശ്വസിച്ചാൽ അവൻ്റെ ജീവിതത്തിലെ പ്രവർത്തികളിലൂടെ അത് വെളിപ്പെട്ടിരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആരെങ്കിലും പ്രവൃത്തികൾ അത് വെളിപ്പെടുന്നില്ലെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അവനിത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. ഈ വിശ്വാസത്തിനകത്ത് തന്നെ അനുസരണമുണ്ട്. വിശ്വാസത്തിനകത്ത് തന്നെ എന്തുണ്ട്?
അനുസരണമുണ്ട്. അതായത് ഒരു വ്യക്തി വിശ്വാസം എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയാം. എന്തറിയാമോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകാൻ വരുന്നവനോട് വ്യവഹരിക്കരുത്, അവനോട് കേസ് നടത്തരുത്. തിരികെ കിട്ടുമെന്ന് വിചാരിച്ച് വായ്പ കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ കൊടുത്താൽ പിന്നെ അത് പോയെന്ന് കൂട്ടിക്കോണം. എനിക്ക് ഒരാൾ കുറേ അധികം പൈസ തരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഈ മനുഷ്യനെ, എൻ്റെ നല്ല സുഹൃത്താണ്, ഇപ്പോഴും സുഹൃത്താണ്, ഞാൻ വിളിച്ചിട്ട് പൈസ വല്ലതും ആയോ എന്ന് ചോദിക്കും. ചോദിക്കാൻ ആഗ്രഹമുള്ളതല്ല, നമ്മുടെ നിവൃത്തികളോട് ചോദിക്കുന്നതാണ്. എന്നാൽ ഒരിക്കൽ കർത്താവ് ഈ വചനം എൻ്റെ ഉള്ളിൽ തറഞ്ഞു. എന്താണ്? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കരുത്. ഞാൻ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരാളാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എൻ്റെ ഉള്ളിൽ ആ ഒരു ഒറ്റ വാക്യം വായിച്ചതോടുകൂടി ഇത് പതിഞ്ഞു: ഇനി മേലാൽ ഈ പൈസ തിരിച്ച് ചോദിക്കരുത്. ഞാൻ സത്യസന്ധമായിട്ടത് എല്ലാവരും കേൾക്കാനല്ലേ പറയുന്നേ. പിന്നെ ഇന്ന് വരെ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല. കാരണം യേശുവിലുള്ള എൻ്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, എന്നെക്കൊണ്ട് ഇനി ജന്മത്ത പൈസ തിരിച്ച് ചോദിപ്പിക്കില്ല. കാരണം വിശ്വാസത്തിനകത്ത് ഈ അനുസരണം വരാത്ത എല്ലാ വിശ്വാസവും തട്ടിപ്പാണ്. ചുമ്മാ പറയുന്നതാണ് വിശ്വസിക്കുന്നു, ശരിക്കും വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചാൽ ഒരു വ്യക്തി അനുസരിച്ചിരിക്കും. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അതായത് നമ്മളല്ലാതെ ഈ പല ആളുകളും പലതും ചെയ്യുന്നത് വിശ്വാസമൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ ഭിക്ഷ കൊടുക്കുമ്പോൾ ആരെയും കാണിക്കാൻ വേണ്ടി എന്തിനാണ് കൊടുക്കുന്നത്? ഭിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ വേദന വരും കൊടുത്തില്ലെങ്കിൽ. ഉപവസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പ്രയാസം വരും. എനിക്ക് ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവർ നല്ല ഭക്ഷണം തരും. ഭക്ഷണം തരുന്ന സമയത്ത് ഞാൻ പറയും, എനിക്ക് ഇങ്ങനെ ഭക്ഷണം തരരുത്. കാരണം എന്താ? എനിക്ക് വേദന വരികയാണ് ഇത്രയും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ. അതായത് 3 നേരവും മൂക്കുമുട്ട തിന്നുമ്പോൾ ഉള്ളിലൊരു വേദന വരും. എന്താ വേദന? ദൈവമേ, എന്തോരം പേര് പട്ടിണി കിടക്കുകയാണ്, എന്തോരം പേർക്ക് ഭക്ഷണം ഇല്ല. അപ്പോൾ ആ വേദന വന്നിട്ട് നമ്മൾ പറയും, ഓ ഇത് വേണ്ടാന്ന് വെക്കും. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഉപവസിച്ചിട്ട് പബ്ലിസിറ്റി കൊടുക്കുകയല്ല, ബാനർ കിട്ടി ഉപവസിക്കുകയല്ല, മറിച്ച് തന്നെ ഉപവസിക്കുമെന്ന്, തന്നെ ഉപവസിക്കും, തന്നെ ദാനധർമ്മം ചെയ്യും. ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. മനസ്സിലായോ? ഇതാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതായത് കാത്തലിക് സാൽവേഷൻ അല്ലെങ്കിൽ കത്തോലിക്കർ ബൈബിളിലെ രക്ഷ വിശ്വാസാടിസ്ഥാനത്തിലാണോ പ്രവൃത്തി അടിസ്ഥാനത്തിലാണോ? അപ്പം മെയിനായിട്ട് പ്രൊട്ടസ്റ്റൻ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങൾ വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചു. അപ്പം നിങ്ങൾ പ്രവൃത്തിയിലൂടെ രക്ഷ പ്രാപിക്കുന്നു. അപ്പം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നേ ഉള്ളൂ. ശരിക്കും സൽക്കർമ്മത്തിലൂടെ രക്ഷ എന്നുള്ളതാണോ? ഒരിക്കലും അല്ല. അത് കാത്തലിക് തിയോളജി ശരിക്കും മനസ്സിലാവാത്തതാണ്. അതാ ഞാൻ പറഞ്ഞത്. അതായത് കത്തോലിക്ക സഭയുടെ മാർട്ടിൻ ലൂതർ പോലും അല്ലേ? അതെ ഞാൻ പറയുന്നത്, ശരിക്കും ശരിയായ പ്രബോധന ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടാണ്. എല്ലാവരും പറയുകയാണ് ഇവരിങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന്. ഞങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുക എന്ന് പറയുന്ന ഒറ്റ കാര്യം എടുത്താൽ പോരെ? ആ ഒറ്റ കാര്യം എടുത്താൽ പോരെ? അതായത് ഇവൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും അല്ല അവൻ നീതീകരിക്കപ്പെടുന്നത് എന്നത് തെളിയിക്കാൻ കുട്ടികൾക്ക് മാമോദീസ കൊടുക്കുന്നത് മാത്രം എടുത്താൽ പോരെ? ഒരു മനുഷ്യൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും അല്ല അവൻ നീതീകരിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ സൗജന്യ ദാനമാണ് രക്ഷ. ഇനി അപ്പോൾ നിങ്ങൾ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. എന്താണ് കർമ്മങ്ങൾ? കർമ്മങ്ങളെന്ന് പറയുന്നത് 2 രീതി മനസ്സിലാക്കണം. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ രക്ഷ സ്വീകരിക്കാനുള്ള ചാനലുകൾ. എനിക്ക് എൻ്റെ കോണ്ടക്സ്റ്റിൽ എനിക്ക് കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. എന്താണ്? എനിക്ക് എൻ്റെ ഈ 2019 ഡിസംബർ 27 എൻ്റെ കർത്താവിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് നിലനിൽക്കണം. അപ്പോൾ ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അപ്പോൾ അതിനെ ഒരു കർമ്മം അങ്ങനെയല്ല അത് കാണുന്നത്. അത് ആ രക്ഷ സ്വീകരിക്കുന്ന വഴികൾ. ഇപ്പം നമ്മളിതെല്ലാം ഇപ്പം നമ്മുടെ ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിൻ്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചു. എന്നെ പേപ്പട്ടി കടിച്ചു. ഞാൻ ഇരുന്നിട്ട് പറയുകയാണ്, ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്, എന്നിട്ട് ഞാൻ കാല് വാട്ടിക്കൊണ്ട് പറയുകയാണ്, മാർട്ടിൻ ലൂതർ പേപ്പട്ടി വിഷത്തിൻ്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുരച്ച്
മരിക്കും. ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ച പേപ്പട്ടി വിഷത്തിൻ്റെ പ്രതിരോധ മരുന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ വീട്ടുമുറ്റത്ത് കർത്താവ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഞാനത് എടുത്ത് കഴിക്കണ്ടേ? ഇഞ്ചക്ട് ചെയ്യണ്ടേ? ഇതാണ് ഒരു തരത്തിൽ സഭയിലെ പ്രവൃത്തികൾ. എന്താണ്? രക്ഷ എന്നിലേക്ക് കടന്നു വരുന്ന ചാനലുകൾ. ഞാനെടാ മേശ തുറന്ന് ഇതെടുത്ത് കഴിക്കണ്ടേ? ഈ ചോക്ലേറ്റ് ഞാൻ വന്ന് എടുക്കണ്ടേ? അല്ലാതെ ചുമ്മാ കാര്യം കാട്ടിയിരുന്നാൽ മതിയോ? ഇല്ല. അതിനുള്ള പോലും ദൈവത്തിന്റെ കൃപയാണ്. അതാണ്, അത് എടുക്കാനുള്ള പ്രേരണ തരുന്നത് ദൈവമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അങ്ങനെ ഒരു നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളത് സ്വീകരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഈ സാക്രമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വസിക്കുന്നത് പോലും പിന്നെയും ഒരു അതിനേക്കാൾ എക്സ്ട്രീമായിട്ട് പറയുന്നത് ചർച്ചാണ്. കാരണം അവിടെ മനുഷ്യനൊന്നും ചെയ്യാനില്ല. അവന് കർത്താവ് പറഞ്ഞ് നീ ഇങ്ങനെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യേ എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ അതെൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കിട്ടുന്നു. ഇനി രണ്ടാമത്തെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് ഈ കർത്താവിൻ്റെ കൃപ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈശോ പറഞ്ഞ വചനങ്ങളെല്ലാം അനുസരിക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യം വരും. നമ്മുടെ അകത്തിരുന്ന് കർത്താവ് തന്നെ അവൻ്റെ പ്രവൃത്തികൾ ചെയ്യും. നമ്മുടെ ഉള്ളിലിരുന്ന്, അതായത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതല്ല, കർത്താവ് എൻ്റെ അകത്തിരുന്ന് എല്ലാം ചെയ്യുന്നതാണ്. കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതല്ല, മറിച്ച് എൻ്റെ ഉള്ളിലിരിക്കുന്ന കർത്താവ് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതം. യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം അതാണ്. അതിനെന്താണ്? അതിൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വിശ്വസിച്ച് കർത്താവ് ചെയ്ത പ്രവൃത്തികൾ വിശ്വസിച്ച് സ്വീകരിച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ കത്തോലിക്ക സഭയിൽ ഇഷ്ടം പോലെ വിശുദ്ധരുണ്ട്. എന്തുകൊണ്ടത്? വിശുദ്ധരാവാതിരിക്കാൻ പറ്റാത്ത വിധം കർത്താവിൻ്റെ സൗജന്യ ദാനം ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ വിശുദ്ധരുണ്ടാവും. സഭ പേര് വിളിച്ച വിശുദ്ധർ വളരെ കുറച്ചേ ഉള്ളെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ, അതായത് ഹൃദയം തുറന്ന് ഒന്നും തങ്ങൾക്ക് വേണ്ടി നേടാതെ എല്ലാം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്ത് എല്ലാ കാര്യങ്ങളും കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് ജീവിക്കുന്ന എത്രയോ മനുഷ്യർ. വളരെ ക്ലാരിറ്റി കിട്ടുന്നു. ആദർശൻ അവിടെ നിന്ന് വാച്ച് കാണിക്കുന്നു, വൈകുന്നേരം മീറ്റിംഗിന്റെ സമയമാവുന്നു. ഫൈനൽ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇപ്പം ഡാനിയൽ അച്ഛന് കുറച്ച് നാൾ മുമ്പ് ഉണ്ടായ ദൈവനിയോഗത്തിൽ സഭ വിട്ട് ഇങ്ങനെ വചനം തെറ്റിദ്ധരിച്ചും അങ്ങനെയൊക്കെ വിട്ടുപോയവർ സഭയിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയിൽ ആ നിയോഗം വെച്ച് എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് 10,000 ആൾക്കാർ സഭയിലേക്ക് തിരിച്ചു വരുന്നു. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്? അതായത് നമുക്കിപ്പോൾ ഇതിനകത്ത് എനിക്ക് ഈ നാളുകളിൽ, ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ എന്നെ ഒരുപാട് പേര് എൻ്റെ പേര് പറഞ്ഞ് ദുഷിക്കുന്നുണ്ട്. പല കാരണങ്ങൾ. ഒന്ന്, ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ട് എന്ന് പലർക്കും അറിയാം. അപ്പോൾ നമ്മൾ തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പോൾ നാച്ചുറലി ഈ സജിത്തിനെ കൊണ്ട് പിന്നെ ഈ ദുരുപദേശം എല്ലാം പറയിപ്പിക്കുന്നത് ഡാനിയലച്ചനാണ് എന്നൊരു ചിന്ത ആളുകൾക്കുണ്ട്. അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നിങ്ങൾക്ക് സജിത്തിനെ അറിയാവുന്നവർക്കറിയാം. ഓക്കെ. രണ്ടാമത്തേത്, ഞാൻ ഒരു കാലഘട്ടം വരെ, ഇത് ഒരു വേദി ആയതുകൊണ്ടുകൂടി പറയുകയാണ്, ഒരു കാലഘട്ടം വരെ ഞാൻ ഒരു സഭകളെക്കുറിച്ചും ഒന്നും ദുഷിച്ച് പറയാത്ത ആളായിരുന്നു. ഒന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത. പെന്തക്കോസ്ത സഹോദരങ്ങൾ 1000 ആളുകൾ ഇന്നും എൻ്റെ പ്രസംഗം കേൾക്കുന്നവരുണ്ട്. എനിക്ക് അറിയാം, എന്നോട് ബന്ധപ്പെടുന്നവരുണ്ട്. എന്നാൽ പെന്തക്കോസ്ത സഭകളിൽ തന്നെ നിൽക്കുകയാണ്. അവർ സഭ വിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ 1000 ആളുകൾ പ്രസംഗിക്കുന്നുണ്ട്. പാസ്റ്റർമാരെ എനിക്ക് വ്യക്തിപരമായിട്ട് മെസ്സേജ് അയച്ച പാസ്റ്റർമാരുടെ എണ്ണം ഞാൻ അവരുടെ സ്വകാര്യ അഭിമാനത്തെ ഓർത്ത് പറയുന്നില്ല. എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. എന്നാൽ പലതിനെയും കണ്ണിച്ച് പറയേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഇതാണ്. അതായത് എൻ്റെ പ്രസംഗം എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് കത്തോലിക്ക കുടുംബങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങളുടെ അച്ഛൻ പറയുന്ന കണ്ടോ, അപ്പം ഞങ്ങൾ പറയുന്നതല്ലേ സത്യം. അതായത് കോണ്ടെക്സ്റ്റിൽ നിന്ന് എൻ്റെ പ്രസംഗം മുറിച്ച് മാറ്റിയിട്ട് ഞാൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കൺവെൻഷൻ പ്രസംഗം നടത്തുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം മാത്രം മുറിച്ചിട്ട് അത് മാത്രം 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ വീഡിയോ മുറിച്ചിട്ട് കത്തോലിക്ക കുടുംബങ്ങളിൽ കൊണ്ടുപോയി പ്രചരിപ്പിച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ തന്നെ യഥാർത്ഥത്തിൽ രഹസ്യത്തിൽ സ്നാനപ്പെട്ട ആളാണ്, ഞങ്ങൾ പറയുന്നതന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് കാണിച്ച് അനേകം കത്തോലിക്ക വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഈ പെന്തക്കോസ്ത സഭകളെക്കുറിച്ച് കണ്ണിച്ച് പറയാൻ തുടങ്ങിയത്. നിങ്ങളിത് മനസ്സിലാക്കണം. അതായത് എന്നെ വ്യക്തിപരമായിട്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം, എനിക്ക് ആരുടെ മുമ്പിലും പറയാൻ പറ്റും, ഒരൊറ്റ പെന്തക്കോസ്ത സഹോദരനെ ഞാൻ പേരെടുത്ത് ദുഷിച്ചിട്ടില്ല. അത് കത്തോലിക്ക സഭയുടെ
അന്തസ്സാണ്, തറവാടിത്തമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരു, കാരണം ആ വ്യക്തി എൻ്റെ കർത്താവ് രക്തം കൊടുത്ത് വീണ്ടെടുത്ത ആളാണ്. ഇപ്പം അവൻ ഈ കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയം പറഞ്ഞു എന്ന് കരുതി ഒരിക്കൽ പോലും ഞാൻ പറയുന്നത്, ആ അന്തസ്സ് യേശുവിനെ അറിയുന്നവർക്ക് ഉണ്ട്. ആ അന്തസ്സുണ്ട്. ഞാൻ പറയുന്നത് അറിയാം, ഞാൻ ഇന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇന്നും എന്നെ വ്യക്തിപരമായി എന്തോരം എൻ്റെ പേരെടുത്ത് എന്നെ കളിയാക്കി എൻ്റെ പേര് തെറ്റിച്ച് പറഞ്ഞ് അങ്ങനെയൊക്കെ എന്തോരം ആക്ഷേപം പറയുന്ന വീഡിയോകൾക്കൊന്നും മറുപടി പറയാം. എന്നിട്ട് അവസാനം പറഞ്ഞു അവന് പേടിച്ചിട്ടാണ് വരാത്തതെന്ന് പറഞ്ഞു. ഞാൻ അതിന് മറുപടി പറയാം. കാരണം കുരിശേ കിടക്കുന്ന കർത്താവിനോട് പറഞ്ഞില്ലേ, ധൈര്യം ഉണ്ടേ ഇറങ്ങി വാടാന്ന് പറഞ്ഞില്ലേ. അവൻ്റെ പുറകെ നടക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഓലപ്പാമ്പ് കണ്ടെന്നും നമ്മൾ ഇറങ്ങി വരില്ല, മനസ്സിലായില്ലേ? അതായത് നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നാൽ സഭയുടെ വിശ്വാസം എന്താണെന്ന് ഞാൻ ശക്തമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ പറയണം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണെന്ന് ഏത് സാഹചര്യത്തിലാണ്. ഞാൻ എൻ്റെ നിലപാട്, എൻ്റെ ഹൃദയം പറയാൻ വേണ്ടി പറയുന്നതാണ്. ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? എൻ്റെ പ്രസംഗം മുറിച്ചുകൊണ്ട് പോയി എൻ്റെ സഭയിൽപ്പെട്ട ആളുകളെ എൻ്റെ പേര് പറഞ്ഞ് പെന്തക്കോസ്താ സഭയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയ കാലത്താണ് ഞാൻ അതിലെ ആശയങ്ങളെ വിമർശിച്ച് പറയാൻ തുടങ്ങിയത്. ഈ സഭകളെ ഞാൻ വിമർശിച്ച് പറയാൻ തുടങ്ങിയത്. ഇപ്പോഴും എൻ്റെ ഹൃദയം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, കാർക്കശ്യമായ ഭാഷ ആരുടെ നേരെയും ഉപയോഗിക്കരുത്. എൻ്റെ ബലഹീനത കൊണ്ട് ചിലപ്പോൾ എൻ്റെ വാക്കുകൾ വളരെ പരുഷമായിട്ട് പോകും. പക്ഷേ ഇന്നും ഞാനിവിടെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നൊരു പ്രേരണ ഇതാണ്, കാർക്കശ്യമായ ഭാഷ ആരോടും പറയരുത്. കാരണം അവരും കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണ്, അല്ലേ? ഇപ്പോൾ ഞാൻ 7 വർഷം മുമ്പ് ചിലപ്പോൾ സജിത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് സജിത്തിനെ ദുഷിച്ചാൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്. നാളെ അവരും ഇതുപോലെ ഒരുമിച്ച് നമ്മൾ ഇരിക്കേണ്ട ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സജിത്തിനെ കഴിഞ്ഞ 7 കൊല്ലം മുമ്പ് തെറി വിളിച്ചിരുന്നെങ്കിൽ ഡാനിയലച്ചൻ്റെ അടുത്തേക്ക് വരാൻ സജിത്തിന് ഒരു മടിയുണ്ടായേനെ, അല്ലേ? എൻ്റെ അടുത്തേക്ക് വരാൻ മടിയുണ്ടായേനെ. എന്നാൽ ഞാൻ സജിത്ത് എന്ന് പറയുന്ന പെന്തക്കോസ്താ സഹോദരനെ, ഒരു കാലത്ത് പെന്തക്കോസ്താ സഭയിലിരുന്ന സഹോദരനെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്ന കാലത്തും ഞാൻ ദുഷിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സഹോദരാന്ന് വിളിച്ച് സ്നേഹിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു കലർപ്പ് ഇല്ല, സജിത്തിനും ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം. എനിക്ക് പറയാനുള്ളത്, സഭയ്ക്ക് ഒരു അമ്മയുടെ ഹൃദയമാണ്. സഭ ഇങ്ങനെ അമ്മ വിളക്കും കത്തിച്ച് അത്താഴവും വിളമ്പി വൈകി വരുന്ന മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരമ്മയെപ്പോലെ സഭ എന്നും ഉണ്ടാവും. എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാലത്ത് സത്യം തിരിച്ചറിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കാൻ സഭയുണ്ടാവും. താങ്ക് യു സോ മച്ച് അച്ഛാ. എനിക്കറിയാം ഇന്ന് വൈകുന്നേരം അവിടെ മൗണ്ട് കാർമേലിലെ ധ്യാനമാണ്. എന്നാൽ ഞാൻ അതിനിടയ്ക്ക് പോയി വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം എങ്കിലും ഈ ടൈം ഞങ്ങളുടെ ഇടയിലേക്ക് വരാൻ അങ്ങ് കാണിച്ച പ്രത്യേകിച്ച് ആദർശിനും നിങ്ങൾ ഒരുമിച്ച് കടന്നു വരാൻ കാണിച്ച മനസ്സിന് ഒത്തിരി നന്ദി പറയുന്നു. വി ആർ താങ്ക്ഫുൾ ടു യു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം നിങ്ങളെ എല്ലാം കാണാൻ പറ്റിയതിൽ. നിങ്ങൾ വിവിധ സഭകളിൽ പെട്ട ആളുകളാണെന്ന് എനിക്കറിയാം. നന്നായിട്ട് കർത്താവിൻ്റെ സഭയോട് ചേർന്ന് മുന്നോട്ട് പോവുക. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം അച്ഛൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അയോഗ്യരായിരിക്കെ കർത്താവെ, ഞങ്ങൾ ബലഹീനരായിരിക്കെ, ഞങ്ങൾ ശത്രുക്കളായിരിക്കെ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചിന്തിയ രക്തവും ഞങ്ങളെ വീണ്ടെടുത്ത അവിടുത്തെ കൃപയും കർത്താവെ, ഞങ്ങൾക്ക് ദാനമായി നൽകിയ അനുഗ്രഹങ്ങളും കർത്താവെ, ഓരോ നിമിഷവും സഹായകനായ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ നയിക്കുന്ന അങ്ങയുടെ വഴികൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബ്രദർ സജിത്തിനെയും കുടുംബത്തെയും ഈ മക്കളെ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരെ, അടുത്തും അകലെയുമായി നിന്ന് കർത്താവെ പല വിധത്തിൽ ഈ ശുശ്രൂഷയെ ബലപ്പെടുത്തുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, നന്മ ആഗ്രഹിക്കുന്നവരെ, അഭ്യുദയകാംക്ഷികളെ, ഞങ്ങളെ എതിർക്കുന്നവരെ, ദ്വേഷിക്കുന്നവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങ് അരുളി ചെയ്തു, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ തിരുസഭയ്ക്ക് നൽകപ്പെട്ട ആ അധികാരത്തിൽ ദൈവമേ, ബലഹീനനായ ഞാൻ ഈ മക്കളെ മനസ്സറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചയും അഭിഷേകവും അഭിവൃദ്ധിയും കർത്താവെ ഈ മക്കളുടെ ജീവിതത്തിലും ശുശ്രൂഷകളിലും കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.